ഹല്ലേലൂയ. സന്തോഷത്തോടെ കരമുയർത്തി കർത്താവിനെ ഉച്ചത്തിൽ ഒന്നുകൂടെ ഒന്ന് ആരാധിച്ചാണ്. ബഹുമാന്യരും ആദരണീയരുമായിട്ടുള്ള ദൈവദാസന്മാർ, ദൈവവചനം കേൾക്കേണ്ടതിന് ആവേശപൂർവ്വം വന്നുയർന്നിട്ടുള്ള ദൈവമക്കൾ, ഈ ഹാളിൻ്റെ വിവിധ ഇടങ്ങളിലായിരിക്കുന്ന പ്രിയപ്പെട്ടവർ, കർത്താവെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. വളരെ പ്രാർത്ഥനയോടെ, അത് കറക്റ്റായിരുന്നേ, അത് മിക്സ് ചെയ്യേണ്ട, കറക്റ്റായിരുന്നു. വളരെ പ്രാർത്ഥനയോടെ, വലിയ പ്രതീക്ഷയോടെ, ഒത്തിരി ദൈവാശ്രയ ബോധത്തോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. ദൈവത്തിൻ്റെ ആത്മാവ് നമ്മളെല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമുഖങ്ങൾ കൂടാതെ വേഗം ദൈവവചനത്തിലേക്ക് വരുവാൻ ഞാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ് നമ്മൾ ധ്യാനിക്കാനായിട്ട് പോകുന്നത്. 1 യോഹന്നാൻ്റെ ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യം: കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. എല്ലാവരും കൂടെ ചേർന്ന വാക്യം ഉച്ചത്തിലൊന്ന് വായിച്ചാട്ടെ. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. ദയവായി ആ കണ്ണുകളെല്ലാം കർത്തൃസന്നിധിയിൽ ഒന്ന് അടച്ച്, അധരങ്ങളെല്ലാം ഒന്ന് തുറന്ന്, ഹൃദയങ്ങളെയെല്ലാം ദൈവസന്നിധിയിൽ ഒന്ന് ഏകാഗ്രമാക്കി എല്ലാവരും ഒരുമിച്ച് ചേർന്നൊന്ന് സ്തോത്രം ചെയ്തൊന്ന് പ്രാർത്ഥിച്ച് തുടങ്ങിയാട്ട്. എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്താട്ട്. ഈ രാത്രി ആത്മമണ്ഡലം തുറന്നു വരട്ടെ. ഈ രാത്രി ദൈവ സാന്നിധ്യം ഈ ഹാളിനകത്ത് ചലിക്കട്ടെ. ദൈവ മഹത്വം ഈ ഹാളിനകത്ത് വെളിപ്പെട്ട് തുടങ്ങട്ടെ. വായി തുറന്ന് എല്ലാവരും ചേർന്ന് സ്തോത്രം ചെയ്ത് കർത്താവിനെ ആരാധിച്ചാണ്. മറക്കുവാൻ കഴിയാത്ത ആത്മീയ അനുഭവങ്ങളിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നമ്മെ നയിക്കുവാൻ എല്ലാവരും അതരം തുറന്ന് ഒരുമിച്ച് സ്തോത്രം ചെയ്താട്ടെ. റാൽബാമ സിഖിമിനിയ ആധമ ശാന്തൽ ജന ശകൽ കമന ഘടകഥന. പരിശുദ്ധാത്മാവിൻ്റെ പരിവർത്തനങ്ങൾ, പരിശുദ്ധാത്മാവിൻ്റെ ചലനങ്ങൾ സംഭവിക്കട്ടെ. വായി തുറന്ന് എല്ലാവരും ചേർന്ന് വായി തുറന്ന് ഒരുമിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചാടെ. അന്യഭാഷ പറഞ്ഞ് കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. അന്യഭാഷ പറഞ്ഞ് കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. La Tamazegede പരീക്ഷകളും ഭയവും ഹേതുവാ എൻ ജീവിതം ഖേദവും ശൂന്യവുമാ. പരീക്ഷകളും ഭയവും ഹേതുവാ എൻ ജീവിതം ഖേദവും ശൂന്യവുമാ. പ്രത്യാശയെനിക്കുണ്ടു നല്ലതിനാ, പ്രത്യാശയെനിക്കുണ്ടു നല്ലതിനാ. പ്രവാഹമെന്നേ നിൻ പ്രവാഹമെന്നേ ഈടുമെങ്കിൽ
പ്രത്യാശയെനിക്കുണ്ടു നല്ലതിനാ, പ്രത്യാശയെനിക്കുണ്ടു നല്ലതിനാ. പ്രവാഹമെന്നെ നിൻ പ്രവാഹമെന്നെ, നിൻ പ്രവാഹമെന്നെ ഒഴുകിടുമെങ്കിൽ കൃപാക്കടലേ നിന്റെ തീരത്തു ഞാൻ അനേക നാളാകാംക്ഷയോടു നിന്നെ മടങ്ങുകില്ലിൻ നീ വിടും നീ ഞാൻ, മടങ്ങുകില്ലിൻ നീ വിടും നീ ഞാൻ. പ്രവാഹമെന്നെ നിൻ പ്രവാഹമെന്നെ, നിൻ പ്രവാഹമെന്നെ ഒഴുകാതിരുന്നാൽ പാടികെ മടങ്ങുകില്ലിൻ നീ വീടും നീ ഞാൻ. പ്രവാഹമെന്നെ നിൻ പ്രവാഹമെന്നെ, നിൻ പ്രവാഹമേലൊഴുകാതിരുന്നാൽ രക്ഷയാം ദിവ്യ സ്നേഹ കടലേ ക്രിസ്തേശു നൽകും കരുണാപുരമേ സൗജന്യമായി ലോകത്ത് വീണവനേ, സൗജന്യമായി ലോകത്ത് വീണ്ടെടുക്കും. പ്രവാഹമെന്നെ നിൻ പ്രവാഹമെന്നെ, നിൻ പ്രവാഹമെന്മേൽ ഒഴുകിയിടണമേ. പ്രവാഹമെന്നെ നിൻ പ്രവാഹമെന്മേൽ, നിൻ പ്രവാഹമെന്മേൽ ഒഴുകിയിടണമേ. പ്രിയ പിതാവേ, അവിടുന്ന് ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വന്നിട്ടുള്ളതിന് സ്തോത്രം. ആത്മമണ്ഡലത്തെ തുറന്ന് തരണമേ, ദുരാത്മമണ്ഡലങ്ങളെ കീഴടക്കണമേ. അവിടുത്തെ സാന്നിധ്യം, അവിടുത്തെ നിറവ് ഞങ്ങളുടെ നടുവിൽ ചലിക്കാൻ പോകുന്നതിന് സ്തോത്രം. ഒരുമിച്ച് ഞങ്ങളെ സ്പർശിച്ചാട്ടെ. ദൈവകൃപയ്ക്ക് നന്ദി. യേശുവിൻ നാമത്തിൽ തന്നെ സന്തോഷത്തോടെ കരമുയർത്തി കർത്താവിനെ ആരാധിച്ചാട്ടെ. ആമേൻ. കർത്താവ് നമ്മളെ അനുഗ്രഹിക്കുമാറാകട്ടെ. യോഹന്നാന്റെ 1-ാം ലേഖനം 4-ാം അധ്യായം 4-ാമത്തെ വാക്യമാണ് ഇന്ന് രാത്രി നമ്മുടെ സവിശേഷമായി ചിന്തയ്ക്ക് ആധാരമായി നമ്മൾ വായിച്ചിട്ടുള്ളത്. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു. നിങ്ങളിൽ ഉള്ളവൻ ലോകത്തിലുള്ളവനേക്കാൾ വലിയവനല്ലോ. ഇന്നലെയും നമ്മൾ യോഹന്നാന്റെ എഴുത്തുകളിൽ നിന്നാണ് വചനം ധ്യാനിച്ചത്. അതിൽ നിന്ന് യോഹന്നാന്റെ എഴുത്തിൻ്റെ ചില ലക്ഷ്യങ്ങൾ നമ്മൾ പറയുകയുണ്ടായി. അതിനെ പൊതുവെ ക്രിസ്തുവിജ്ഞാനീയ രചനകളെന്നാണ് വിളിക്കുന്നത് എന്ന് ഇന്നലെ നമ്മൾ പറയുകയുണ്ടായി. യോഹന്നാന്റെ 1-ഉം 2-ഉം 3-ഉം ലേഖനങ്ങൾ ആ വിധത്തിൽ തന്നെ ഉള്ളതാണ്. അപ്പോൾ തന്നെ അല്പം കൂടെ കാര്യമായിട്ട് യോഹന്നാന്റെ ലേഖനത്തെ നമ്മൾ പഠനവിധേയമാക്കിയാൽ, യോഹന്നാന്റെ ലേഖനം പ്രധാനമായി ജ്ഞാനവാദം, നോസ്റ്റിസിസം, ജ്ഞാനവാദത്തെ ഖണ്ഡിച്ചുകൊണ്ട് എഴുതുന്ന ഒരു എഴുത്താണ്. ഒരു പക്ഷെങ്കിൽ സാധാരണക്കാരുടെ വായനയ്ക്കകത്ത് അതങ്ങോട്ട് ബോധ്യമാകത്തില്ലെങ്കിലും കൃത്യമായ പഠനത്തിലൂടെ യോഹന്നാന്റെ ലേഖനത്തെ സമീപിച്ചാൽ അത് നമുക്ക് മനസ്സിലാകും. വിശേഷിച്ച് 1-ാം അധ്യായം 1-2 വാക്യങ്ങളൊക്കെ വായിക്കുമ്പോൾ അത് വ്യക്തമാണ്. അവിടെ വായിക്കുന്നു, ആദ്യം മുതലുള്ളതും ഞങ്ങൾ കേട്ടതും സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതും ഞങ്ങൾ നോക്കിയതും ഞങ്ങളുടെ കൈ തൊട്ടതുമായ ജീവന്റെ വചനം സംബന്ധിച്ച് ജീവൻ പ്രത്യക്ഷമായി ഞങ്ങൾ കണ്ടു, സാക്ഷീകരിച്ചു. പിതാവിനോടുകൂടെ ഇരുന്ന് ഞങ്ങൾക്ക് പ്രത്യക്ഷമായ നിത്യജീവന് നിങ്ങളോട് അറിയിക്കുന്നു. ഈ വാക്കുകൾ ഒരു സാധാരണ വായനയിൽ പിടികിട്ടിയെന്ന് വരത്തില്ല. എന്നാൽ
കൃത്യമായി പഠിച്ചാൽ ജ്ഞാനവാദത്തിനെതിരെയുള്ള ഒരു ആക്രമണമാണ്. ജ്ഞാനവാദം അഥവാ നോസ്റ്റിസിസം എന്ന് പറയുമ്പോൾ യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്ത ഒരു ചിന്താധാരയാണ്. ഒരു കാര്യം നിങ്ങൾ അറിയണം, വേദപുസ്തക ചരിത്രത്തിൽ ദൈവശാസ്ത്രപരമായ വിഷയത്തിൽ ഏറ്റവും അധികം ആക്രമണം നേരിട്ട ഒരു മേഖല ക്രിസ്തുശാസ്ത്രമാണ്, ക്രിസ്തുവിജ്ഞാനീയമാണ്. പരിശുദ്ധാത്മശാസ്ത്രത്തെക്കാൾ, അന്ത്യകാല ശാസ്ത്രത്തെക്കാൾ, വേദപുസ്തക ശാസ്ത്രത്തെക്കാൾ, ഇങ്ങനെ അങ്ങോട്ട് തുടങ്ങി സകല ചിന്താപീഠങ്ങളെക്കാളും ഏറ്റവും അധികം ആക്രമണം നേരിട്ടിട്ടുള്ളത് ഈ ക്രിസ്തുവിജ്ഞാനീയമാണ്. അതിൻ്റെ കാരണം എന്താണെന്നറിയാമോ? കർത്താവായ യേശുക്രിസ്തു ആക്രമിക്കപ്പെട്ടാൽ വിശ്വാസത്തിൻ്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലാകും എന്നറിയാവുന്നത് കൊണ്ട് പൈശാചിക ലോകം ആ വിധത്തിലാണ് പദ്ധതികൾ ആസൂത്രണം ചെയ്തു. ഒരുപക്ഷെ ഞാൻ അങ്ങനെ പറഞ്ഞപ്പോൾ നിങ്ങൾക്ക് ചില സംശയങ്ങൾ തോന്നിക്കാണും. സംശയിക്കേണ്ട. 1 കൊരിന്ത്യർ ലേഖനം 15 അധ്യായത്തിൽ പറയുന്നു, യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റുവെന്ന് പ്രസംഗിച്ചു വരുന്ന അവസ്ഥയ്ക്ക് മരിച്ചവരുടെ പുനരുത്ഥാനം ഇല്ല എന്ന് നിങ്ങളിൽ ചിലർ പറയുന്നത് എങ്ങനെ? യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റിട്ടില്ല എങ്കിൽ ഞങ്ങളുടെ പ്രസംഗം വ്യർത്ഥം, നിങ്ങളുടെ വിശ്വാസം വ്യർത്ഥം. അപ്പം ഞങ്ങളുടെ പ്രസംഗവും നിങ്ങളുടെ വിശ്വാസവും ഒരുപോലെ രൂഢമൂലമായിരിക്കുന്ന ഒറ്റ കാര്യത്തിൽ, കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പുനരുത്ഥാനത്തിൽ, യേശുക്രിസ്തുവിൻ്റെ മരണത്തിലാണ്. അതല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസത്തിന് നിലനിൽപ്പില്ല. ഈ ഒറ്റ കാര്യം കൊണ്ട് തന്നെയാണ് ക്രിസ്തുവിജ്ഞാനീയത്തെ, ക്രിസ്തുശാസ്ത്രത്തെ, ക്രിസ്തുശാസ്ത്ര ചിന്താഗതികളെ പൈശാചിക ലോകം ആക്രമിക്കുന്നത്. അതിൽ ഈ ജ്ഞാനവാദത്തിൻ്റെ ചിന്ത ഞാൻ പറയാം. അവർ പറയുന്നത് ദൈവം വിശുദ്ധനാണ്, പദാർത്ഥം അശുദ്ധമാണ്. വിശുദ്ധനായ ദൈവത്തിന് അശുദ്ധമായ പദാർത്ഥത്തിലേക്ക് ഇറങ്ങി വരാൻ കഴിയത്തില്ല. ഇവിടെ ഫ്രണ്ടിൽ 2 സീറ്റ് കൂടെ ഉണ്ട്, സഹോദരിമാരെ ഇങ്ങി പോന്നു. വിശുദ്ധനായ ദൈവത്തിന് അശുദ്ധമായ പദാർത്ഥത്തിലേക്ക് ഇറങ്ങി വരാനായിട്ട് കഴിയത്തില്ല. അതുകൊണ്ട് കർത്താവായ യേശുക്രിസ്തു ജഡത്തിൽ വന്നിട്ടില്ല. അവിടുന്ന് ജഡത്തിൽ വെളിപ്പെട്ടു എന്ന് തോന്നുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അതായത് അവിടുന്ന് നടക്കുമ്പോൾ മനുഷ്യർ നടക്കുന്നത് പോലെ കാലുകൾ തറയിൽ തൊടുകയല്ലായിരുന്നു, കാലുകൾ ഒഴുകുകയായിരുന്നു എന്നാണ് അവർ പറയുന്നത്. അപ്പോൾ ഈ ജഡത്തിൽ വരാത്ത ക്രിസ്തു, ആ ക്രിസ്തുവിനെ കാണാനോ തൊടാനോ കഴിയത്തില്ല എന്നുള്ള ചിന്താഗതിയെ ഖണ്ഡിച്ചുകൊണ്ടാണ് ആദ്യത്തെ വാക്ക് തന്നെ തുടങ്ങുന്നത്. നിങ്ങൾ പറയുന്നത് അങ്ങനെ, പക്ഷെ ഞങ്ങൾ പറയുകയാണ്, ഞങ്ങൾ കേട്ടതാണ്, ഞങ്ങൾ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടതാണ്, ഞങ്ങൾ നോക്കിയതാണ്, ഞങ്ങളുടെ കൈ തൊട്ടതാണ്. അതാ ഞാൻ പറഞ്ഞത്, യേശുക്രിസ്തുവിൻ്റെ നിത്യത്വം, അവിടുത്തെ വ്യക്തിത്വം, അവിടുത്തെ ദൈവത്വം അത് തെളിയിക്കുന്ന ഒരവതരണ ശൈലിയാണ് യോഹന്നാൻ്റെ ലേഖനത്തിൽ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ആ ഒരു ഭാഗത്ത് നിന്നുകൊണ്ട് തന്നെയാണ് യേശുക്രിസ്തു ജഡത്തിൽ വന്നു എന്ന് വിശ്വസിക്കാത്തവനെല്ലാം എതിർ ക്രിസ്തുവാണ് എന്ന് യോഹന്നാൻ പറയുന്നത്. ആ ജനതയെ നോക്കിയാണ് യോഹന്നാൻ ആ വാക്കുകൾ അങ്ങനെ ഉച്ചരിക്കുന്നത്. ആ കൂട്ടത്തിൽ നമ്മെ ഓർപ്പിച്ചുണർത്തുന്ന വളരെ പ്രൗഢഗംഭീരമായ ഒരു വാക്യമാണ് ഇന്ന് രാത്രി നമ്മുടെ സവിശേഷമായ ചിന്തയ്ക്കായി നമ്മൾ വായിച്ചിട്ടുള്ളത്. എന്താ വായിച്ചത്? കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. എല്ലാവരും കൂടെ ഒന്നുകൂടെ പറഞ്ഞേ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു. അവിടെ ആ കുഞ്ഞുങ്ങളെ എന്ന് പറയുന്ന ആ ഒരു വിളിയുണ്ടല്ലോ, കുഞ്ഞുങ്ങളെ. ആ കുഞ്ഞുങ്ങളെ എന്ന് പറയുമ്പോൾ അതിന് പല ആശയങ്ങളുണ്ട്. അതിലൊറ്റ കാര്യം മാത്രമാണ് ഞാൻ ഈ പറയുന്നത്. ഈ അപ്പോസ്തലന്മാർ സാധാരണ വിശ്വാസ സമൂഹത്തെ സംബോധന ചെയ്യുന്ന ഒരു സംബോധന രീതിയാണ് ഈ കുഞ്ഞുങ്ങളെ എന്ന് പറയുന്നത്. അതിൻ്റെ കാരണം അവര് വിശ്വാസ സമൂഹത്തെ മക്കളെ എന്ന പോലെ തന്നെയാണ് കണ്ടിട്ടുള്ളത്. അതിന് തെളിവായിട്ട് ഞാനൊരു 5-6 വാക്യം തരാം. 1 തെസ്സലോനിക്ക ലേഖനം 2-7 വാക്യത്തിൽ പോൾ പറയുന്നു, ഒരമ്മ തൻ്റെ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ ഞങ്ങൾ നിങ്ങളുടെ ഇടയിൽ ആർദ്രതയുള്ളവരായിരുന്നു. എങ്ങനെ കണ്ടത്? അമ്മ കുഞ്ഞുങ്ങളെ പോറ്റും പോലെ. 1 കൊരിന്ത്യർ 4:14 നമ്മൾ വായിക്കുന്നു, എൻ്റെ പ്രിയ മക്കളോടെന്ന പോലെ ബുദ്ധി പറഞ്ഞുകൊണ്ട്. അപ്പൊ ഈ ആശയത്തില മക്കൾ, കുഞ്ഞുങ്ങളെ എന്നുള്ള പദം ഉപയോഗിക്കുന്നത്. 2 കൊരിന്ത്യർ ലേഖനം 12:14 വാക്യത്തിലും അത് നമ്മൾ കാണുന്നുണ്ട്. 1 കൊരിന്ത്യർ ലേഖനം 4 അധ്യായം 17 വാക്യം, 2 കൊരിന്ത്യർ ലേഖനം 6 അധ്യായം 13 വാക്യം, ഇതെല്ലാം
ഈ മക്കളോടെന്ന പോലെയാണ് അപ്പോസ്തലന്മാര് സംസാരിക്കുന്നത്. അതുകൊണ്ട് പൗലോസ് പറയുന്നത്, നിങ്ങൾക്ക് ഗുരുക്കന്മാർ അനേകരുണ്ടെങ്കിലും പിതാക്കന്മാർ ഏറെയില്ല. ഞാനല്ലോ നിങ്ങളെ സുവിശേഷത്താൽ വീണ്ടും ജനിപ്പിച്ചത്. അപ്പോൾ സുവിശേഷത്താൽ ജനിപ്പിച്ചു എന്നുള്ളതാണ് അവരുടെ ആ മക്കളെ എന്ന് വിളിക്കാനുള്ള ആധികാരികതയുടെ പ്രചോദനം എന്ന് പറയുന്നത്. 3 യോഹന്നാന്റെ ലേഖനം 4-ാമത്തെ വാക്യത്തിൽ യോഹന്നാൻ വിശ്വാസ സമൂഹത്തോട് പറയുന്നു, എൻ്റെ മക്കൾ സത്യത്തിൽ നടക്കുന്നു എന്ന് കേൾക്കുന്നതിനേക്കാൾ വലിയ സന്തോഷം എനിക്ക് ഇല്ല. അപ്പൊ ഈ ആശയത്തിലാണ് കുഞ്ഞുങ്ങളെ എന്ന് വിളിക്കുന്നത്. അവിടെ ഒരു കാര്യം നിങ്ങൾ അറിയണം, ആത്മീകതയുടെ ശിശുത്വമല്ല ഇവിടെ വിഷയമാക്കുന്നത്. ആത്മീകതയിലെ ശിശുത്വം ജഡീകതയാണ്. ഞാൻ വീണ്ടും ആ വാക്ക് പറയാം. ആത്മീകതയുടെ ശിശുത്വം ജഡീകത്വമാണ്. 1 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായത്തിന്റെ 1, 2, 3 വാക്യങ്ങളിൽ അത് കൃത്യമാണ്. നിങ്ങളോട് ആത്മീകരോടെന്ന പോലെയല്ല, ജഡീകന്മാരോടെന്ന പോലെ, ക്രിസ്തുവേശുവിൽ ശിശുക്കളായവരോടെന്ന പോലെ അത്രേ സംസാരിപ്പാൻ കഴിഞ്ഞുള്ളൂ. അവിടെ പറയുന്നു, ഭക്ഷണമല്ല പാലത്രേ നിങ്ങൾക്ക് ആവശ്യമെന്ന് വന്നിരിക്കുന്നു. ഭക്ഷിപ്പാൻ നിങ്ങൾക്ക് കഴിവില്ലായിരുന്നു, ഇപ്പോഴും കഴിവായിട്ടില്ല. അടുത്ത വാക്ക് കണ്ടോ, ഇന്ന് നിങ്ങൾ ജഡീകന്മാരല്ലോ. വിശ്വാസത്തിൽ വന്നിട്ട് 40 വർഷമായി. ഇപ്പോഴും സങ്കീർത്തനത്തിന്റെ 2-3 വാക്യവും ഗോലിയാത്തിന്റെ ദാവീദിന്റെ സ്റ്റോറി അല്ലാതെ വേറൊന്നും അറിയത്തില്ല. ലേഖനത്തിലെങ്ങാണ് തൊട്ടുപോയാൽ ഹിപ്പോപ്പൊട്ടാമസ് വാവളിക്കുന്നത് പോലെ കോട്ടുവായും വിട്ട് പിന്നെ ഫോൺ എടുക്കായി, പിന്നെ ഇൻസ്റ്റായി കയറുകയായി, അങ്ങ് ബോറടിക്കുന്ന പോലെയാണ്. ഏതാണ്ടൊക്കെ വലിയ കാര്യമോ പറഞ്ഞ്. പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല. അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വിശ്വാസത്തിൽ വന്നിട്ട് കാലഘട്ടമായിട്ടും ലേഖനങ്ങൾ പറയുമ്പം മനസ്സിലാകത്തില്ലെങ്കിൽ, അച്ഛാ അതിൻ്റെ പേരാണ് ജഡീകത. അപ്പൊ ആത്മീകതയിലെ ശിശുത്വം ജഡീകതയാണ്. ഇബ്രാഹിം ലേഖനം 5-ാം അധ്യായത്തിൽ പൗലോസ് എന്നാ പറയുന്നത്? പ്രായം നോക്കിയാൽ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടത്, പക്ഷേ ഇപ്പോഴും നിങ്ങൾക്ക് തിരുവെഴുത്തുകളുടെ ആദ്യ പാഠങ്ങളെ തന്നെ ഉപദേശിച്ചു തരേണ്ടി വന്നിരിക്കുക, പാല് തരേണ്ടി വന്നിരിക്കുക. അവിടെ പറയുന്നുണ്ട്, കട്ടിയായുള്ള ആഹാരം എന്ന് പറഞ്ഞാൽ ലേഖനം, അത് തഴക്കത്താൽ അഭ്യസനം ലഭിച്ച ഇന്ദ്രിയങ്ങളുള്ളവരായി പ്രായം തികഞ്ഞവർക്ക് പറ്റത്തുള്ളൂ. എല്ലാവർക്കും ഒന്നും അത് പറ്റത്തില്ല. അത് പ്രായം തികഞ്ഞവർക്ക്, തഴക്കത്താൽ അഭ്യസനം ലഭിച്ച ഇന്ദ്രിയങ്ങളുള്ളവർക്കേ പറ്റത്തുള്ളൂ. അപ്പോൾ ആത്മീയതയിലെ ശിശുത്വം ഇത് റെക്കമെൻഡബിൾ അല്ല. എന്നോട് പെണ്ണുങ്ങളുടെ രാമൻ പറഞ്ഞു. എന്നാൽ നമുക്ക് ശിശുക്കളുടെ മനസ്സ് വേണമെന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ തിരിഞ്ഞ് ശിശുക്കളെ പോലെയാകുന്നില്ല എങ്കിൽ സ്വർഗരാജ്യത്തിൽ കടക്കുകയില്ല. മത്തായി 18:3. മത്തായി 19:14 ശിശുക്കളെ എൻ്റെ അടുക്കൽ വരുവാൻ വിടുവീൻ, അവരെ തടുക്കരുത്. എന്നിട്ട് അവിടെ ഒരു കാര്യം പറയുന്നുണ്ട്, സ്വർഗരാജ്യം ശിശുക്കളുടേതല്ലോ. അങ്ങനല്ല പറയുന്നത്. സ്വർഗരാജ്യം എങ്ങനെ എങ്ങനെ ശിശുക്കളുടെ ആ ഒരു ഇന്നസെന്റ് മെന്റാലിറ്റി ഉണ്ടല്ലോ, അത് തന്നെ. അല്ലാതെ തിരിഞ്ഞ് ശിശുത്വത്തിലേക്ക് പോകുക എന്നുള്ളതല്ല ഇവിടുത്തെ വിഷയം. നമ്മൾ ആ ശിശു സഹജമായ ആ നിഷ്കളങ്കതയിലേക്ക് പോകുക എന്നുള്ളത് ദൈവരാജ്യം അങ്ങനെയുള്ളവർക്ക്. ഓക്കെ, ഞാനത് ആ വാക്ക് അവിടെ ഉള്ളത് കൊണ്ട് അതൊന്ന് പരിചയപ്പെടുത്തിയെന്ന് മാത്രമേ ഉള്ളൂ. അപ്പൊ കുഞ്ഞുങ്ങളെ, അടുത്ത വാക്ക്, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാ. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, നിങ്ങൾ എവിടെ നിന്നുള്ളവരാ? അതാണ് നമ്മുടെ കാതലായ വിഷയം. നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാ. ഈ ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് പറയുന്ന വാക്കുണ്ടല്ലോ, എനിക്ക് മോണിറ്റർ അല്പം കൂടെ കൂട്ടിയേ. ഈ ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് പറയുന്ന ഒരു വാക്കുണ്ടല്ലോ, വാസ്തവത്തിൽ ആ വാക്കിനകത്ത് 11-ൽ പരം കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. 11-ൽ പരം കാര്യങ്ങൾ. അതിൽ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾക്കൊരാത്മീക ഉത്ഭവമുണ്ടെന്ന് അതിൻ്റെ അർത്ഥം. അമ്മേ, അപ്പൊ നമ്മൾ എവിടെ നിന്നുള്ളവരാ? ഒന്നുകൂടെ പറഞ്ഞേ. കള്ളിയാങ്കൽ ശങ്കരാപുരി പകലോമറ്റം കുടുംബത്തിൽപ്പെട്ടവരാണെന്നല്ല. നിങ്ങൾ എവിടെ നിന്നുള്ളവരാ? ഒന്നുകൂടെ പറഞ്ഞു. ദൈവത്തിൽ നിന്നുള്ളവർ. അത് ഗമേലൊന്ന് പറഞ്ഞു എല്ലാവരും കൂടെ. നമ്മൾ എവിടെ നിന്നുള്ളവരാ? ദൈവത്തിൽ നിന്നുള്ളവരാ. ചിലരൊന്നും പറയുന്നില്ല. പറഞ്ഞാൽ ചിലരുടെയൊക്കെ നോട്ടം കണ്ടിട്ട് അവരുടെ
വായിൽ നിന്ന് ഈ മറുപടി എങ്ങാനും വന്നാൽ അവരുടെ അക്കൗണ്ടിൽ കിടക്കുന്ന കാശ് എൻ്റെ അക്കൗണ്ടിൽ എങ്ങാനും വന്നെങ്കിലും അങ്ങനെയൊക്കെ ആയിരുന്നു. ഞങ്ങളൊക്കെ ഭയങ്കര ധനാട്യരായി പോയേന്, പിന്നെ ഭയങ്കര അംബാനിയെക്കട്ടിലൊക്കെ വലിയ ഉള്ളികളായി പോയേന്. അങ്ങനെയൊന്നും വരത്തില്ല പ്രിയരെ, നിങ്ങൾ ധൈര്യമായിട്ടൊന്ന് പറഞ്ഞു. നമ്മൾ എവിടെ നിന്നുള്ളവരാ? അത്രയെങ്കിലും വേണം. നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവർ. ദൈവത്തിൽ നിന്നെന്ന് പറഞ്ഞാൽ നമുക്കൊരാത്മീക ഉത്ഭവമുണ്ട്. അതാ അതിൻ്റെ അർത്ഥം. ഒന്നുകൂടെ പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. യോഹന്നാന്റെ ലേഖനത്തിന്റെ മാത്രം ഒരു സവിശേഷതയായി ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്ന് പറയുന്നത്. ഞാൻ നിങ്ങളോട് പറയാം, നമ്മളെ ഉള്ളത് പറഞ്ഞാൽ ദൈവത്തിൻ്റെ കുടുംബക്കാരാ കേട്ടോ. ഞാൻ പകലോമറ്റംകാരനാണെന്ന് പറയുന്നതിനേക്കാൾ വലിയ കാര്യമാണ് ഞാൻ ദൈവത്തിൻ്റെ കുടുംബക്കാരനാണെന്ന് പറയുന്നത്. നിങ്ങൾ മിണ്ടുന്നില്ല. നമ്മൾ എവിടെ നിന്നുള്ളവരാ? ആ ദൈവത്തിൻ്റെ കുടുംബക്കാരാ. ദൈവത്തിൽ നിന്നുള്ളവർ എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ കുടുംബത്തിൽപ്പെട്ടവരാ. അങ്ങനെ വാക്യം എഴുതിയിട്ടുണ്ട്. സ്തോത്രം. എഫേസ്യ ലേഖനം 2:19 നമ്മൾ ദൈവത്തിൻ്റെ കുടുംബക്കാർ. അത് വിവിധ ഭാഷാന്തരങ്ങളിലേക്ക് ചെല്ലുമ്പോൾ മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി ഓഫ് ഗാഡ്. ആ വാക്കുണ്ടോ? ദൈവത്തിൻ്റെ ഭവനക്കാർ. അവിടെ KJV-ക്കകത്ത് ആ വാക്ക് എഴുതിയിരിക്കുന്നത് ദ ഹൗസ് ഹോൾഡ് ഓഫ് ഗാഡ്. അതിനേക്കാൾ നന്നായിട്ട് എഴുതിയിരിക്കുന്ന വിവിധ ഭാഷാന്തരങ്ങളുണ്ട്. മെമ്പേഴ്സ് ഓഫ് ദി ഫാമിലി ഓഫ് ഗാഡ്. നമ്മൾ ദൈവത്തിൻ്റെ കുടുംബക്കാരാ. ദൈവത്തിൻ്റെ കുടുംബക്കാരെ കരം ഉയർത്തിപ്പിടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചാണ്. നമ്മൾ ദൈവത്തിൻ്റെ കുടുംബക്കാരായെന്ന് പറഞ്ഞാൽ നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ച് ദൈവത്തിൻ്റെ കുടുംബക്കാരായവരാ. അല്ല പാസ്റ്റർ, എങ്ങനെ ഈ ദൈവത്തിൽ നിന്ന് ജനിക്കുന്നത്? ദൈവത്തിൽ ജനിക്കുന്നത് നിങ്ങൾ എപ്പോഴും അറിയണം, 2 ടൈപ്പ് ജനനമുണ്ട് കേട്ടോ. 2 ടൈപ്പ് ജനനം. അത് 1 പത്രോസ് ലേഖനത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. കെടുന്ന ബീജത്താലല്ല, കെടാത്തതിനാൽ ജീവനുള്ള ദൈവവചനത്താൽ തന്നെ നിങ്ങൾ വീണ്ടും ജനിച്ചിരിക്കുന്നു. അവിടെയാ 2 ടൈപ്പ് ജനനമാണ് കാണുന്നത്. ഒന്ന്, ഈ കെടുന്ന ബീജം, അത് മാനുഷിക ജനനമാണ്. നമ്മളെല്ലാം ഒരിക്കൽ അങ്ങനെ ജനിച്ചവരാ, കെടുന്ന ബീജത്താൽ ജനിച്ചവരാ. ഈ കെടുന്ന ബീജം എന്ന് പറയുമ്പോൾ സ്താർട്ടോസ് എന്നാണ്. സ്താർട്ടോസ് എന്ന് പറയുന്ന പദം, ആ സ്താർട്ടോസ് എന്ന് പറയുമ്പോൾ കറപ്റ്റബിൾ എന്നാണ്. കറപ്റ്റബിൾ ആ വാക്ക് KJV-ക്കകത്ത് അങ്ങനെ തന്നെ എഴുതിയിട്ടുണ്ട്. കറപ്റ്റബിൾ. ഒന്നും കൂടെ പറഞ്ഞാൽ നശിച്ചു പോകുന്ന, ക്ഷയിച്ചു പോകുന്ന, ഇല്ലാതെയായി പോകുന്ന, ദ്രവിച്ചു പോകുന്ന എന്നൊക്കെയാണ്. അപ്പം നമ്മൾ അപ്പനിൽ നിന്ന് അമ്മയിൽ നിന്ന് കെടുന്ന ബീജത്താൽ ജനിച്ചവരാ. അത് യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായം 6-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. ജഡത്താൽ ജനിച്ചത് ജഡം, ആത്മാവിനാൽ ജനിച്ചത് ആത്മാവ്. ഈ പത്രോസിൽ കണ്ട സെയിം വേർഡ് തന്നെയാണ്. ജഡത്താൽ ജനിച്ചത് ജഡം. അപ്പോ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ജഡത്താൽ ജനിച്ചത് ജഡം എന്ന് പറയുമ്പോൾ കെടുന്ന ബീജം, അക്കെടുന്ന എന്ന് പറയുമ്പോൾ മരിച്ച് അല്പസമയങ്ങൾ കഴിഞ്ഞ് കല്ലറയ്ക്കകത്ത് കൊണ്ടുവച്ചാൽ കല്ലറയ്ക്കകത്ത് കൊണ്ടുവെക്കുന്ന ബോഡി നിശ്ചിത സമയത്തിനകത്ത് അത് ദ്രവത്വത്തിലേക്ക് പോകും. അതാണ് കെടുന്ന ബീജം എന്ന് പറയുന്നത്, ദ്രവിച്ചു പോകുന്നത്. അത് കൊരിന്ത്യ ലേഖനത്തിൽ വളരെ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഈ ദ്രവത്വമുള്ളത് അതാ, ഇത് ദ്രവിക്കുന്നതാ, ഈ ദ്രവിച്ചു പോകുന്നതാണ് സ്താർട്ടോസ് എന്ന് പറയുന്ന. കറപ്റ്റബിൾ എന്ന വാക്കുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് ദ്രവിക്കുന്നത്. അവിടെ മർത്യമായത് എന്ന് പറയുന്ന പദം കൂടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഈ ദ്രവത്വമുള്ളതാ, ദ്രവത്വത്തെയും ഈ മർത്യമായത് അമർത്യത്തെയും ധരിക്കണം. അതാണ് കെടുന്ന ബീജത്താലുള്ള ജനനത്തിന്റെ പ്രത്യേകത, ദ്രവിക്കുന്നതാ. ഇനി കെടാത്ത ബീജം, അതെന്താണ്? കെടാത്ത ബീജം നോക്കിയേ, ഇൻകറപ്റ്റബിൾ. അതാണ് അസ്താർട്ടോസ് എന്ന് പറയുന്നത്. ഇൻകറപ്റ്റബിൾ. എന്താണ് ഈ ഇൻകറപ്റ്റബിൾ സീഡ് എന്ന് പറയുന്നത്? കെടാത്ത ബീജം എന്ന് പറയുന്നത് അവിടെ കൃത്യമായിട്ട് പറയുന്നുണ്ട്, അത് വചനമാണ്. അടുത്ത വാക്യം നിങ്ങൾ നോക്കിയാൽ, പുല്ലുണങ്ങും പൂവാടും, ദൈവത്തിൻ്റെ വചനമോ എന്നേക്കും. അതുകൊണ്ട് കെടാത്ത ബീജം എന്ന് പറയുന്നത്. നമ്മളെ ആ ജനിപ്പിച്ച വിത്ത്, ആ വിത്തിന്
നാശം സംഭവിക്കാത്തതായതുകൊണ്ട് നാശം സംഭവിക്കാത്ത വിത്തിൽ നിന്ന് ഉത്ഭവിച്ച ആ ജനനത്തിനും അവസാനമില്ല. ഗ്ലോറി. പിടികിട്ടുന്നുണ്ടോ? അപ്പൊ ഇതാ നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതിനെയാണ് നമ്മൾ വീണ്ടും ജനനം എന്ന് പറയുന്നത്. ആമേൻ. ആ വീണ്ടും ജനനത്തിന് രണ്ടു പേരുടെ വേറെ ഉണ്ട്. ഒന്ന് പുതുതായി ജനിക്കുക, രണ്ട് ആത്മാവിനാൽ ജനിക്കുക. അത് യോഹന്നാന്റെ സുവിശേഷം 3:3 3:5 ഉണ്ട്. 3:3 പറയുന്നു, ആത്മാവിനാൽ ജനിച്ചില്ല എങ്കിൽ, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണാൻ കഴിയത്തില്ല. ആ വാക്ക് നിങ്ങൾ നോട്ട് ചെയ്തോണം. സ്തോത്രം. ഇനി 3:5 നോക്കിക്കേ. ആത്മാവിനാൽ ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല. അപ്പോൾ പുതുതായി ജനിക്കുക, ആത്മാവിനാൽ ജനിക്കുക. പുതുതായി ജനിച്ചാൽ ദൈവരാജ്യം കാണാൻ പറ്റും, ആത്മാവിനാൽ ജനിച്ചാൽ ദൈവരാജ്യത്തിൽ കടക്കാൻ കഴിയും. അപ്പോൾ പുതുതായി ജനിച്ചില്ലെങ്കിൽ, ആത്മാവിനാൽ ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യം കാണാനും പറ്റത്തില്ല. പിന്നെ പുതുതായി ജനിച്ചില്ലേ, മരിച്ചാൽ ഞങ്ങൾ വലിയ കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും. പിന്നെ ഈ എന്നെ ശാസ്താംകോട്ട എന്ന പേര് ചേർത്ത് വിളിക്കുമായിരുന്നെന്ന് നിങ്ങൾക്കറിയാമല്ലോ. അങ്ങനെ ഇപ്പം എന്നെ പരിചയപ്പെടുത്തുകയാണ്, ഞാൻ സമ്മതിക്കത്തില്ലത്. എനിക്ക് ആ പേര് വിളിക്കുന്നത് താല്പര്യമില്ലാത്തൊരു കാര്യം, അതുകൊണ്ടാണ്. കാരണം ഞാൻ ആ നാട്ടുകാരനല്ല. ഞാനത് പറയാൻ വന്ന അന്ന് ഞാൻ ആ ശാസ്താംകോട്ട ചർച്ചിലെ പാസ്റ്ററായിരുന്ന സമയത്ത് ഒരിക്കൽ പോലും ഞങ്ങളുടെ ചർച്ച വരാത്ത ഒരു പുള്ളി എനിക്ക് അടക്കേണ്ടി വന്നു. പാസ്റ്ററെ ഒരിക്കൽ പോലും ചർച്ച വന്നിട്ടില്ല. കാരണം അദ്ദേഹത്തിന് 5 മക്കളുണ്ട്. 5 മക്കളും ഞാനന്ന് മിനിസ്ട്രി ചെയ്യുന്ന ചർച്ചിലെ വിശ്വാസികളാണ്. ഈ പുള്ളിയുടെ ഭാര്യയും ഞങ്ങളുടെ ചർച്ചിലെ വിശ്വാസിയാണ്. ഈ പുള്ളി മരിച്ചുപോയി. പള്ളിക്കാർ പറഞ്ഞു ഞങ്ങൾ അടക്കത്തില്ലെന്ന് പറഞ്ഞു. സ്തോത്രം. പിന്നെ എന്തോ ചെയ്യും? ഇവിടെ ഈ മക്കളെല്ലാം കൂടെ ചർച്ച വന്നു. പാസ്റ്റർ എന്നാ ചെയ്യും, അവരടക്കത്തില്ലെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഞാൻ പറഞ്ഞു കമ്മിറ്റി വിളിക്കട്ടെന്ന്. കമ്മിറ്റി പറഞ്ഞു അടക്കിക്കോളാൻ പറഞ്ഞു. അങ്ങനെ ഒരിക്കൽ പോലും ചർച്ച വരാത്ത പുള്ളിയെ ഞാൻ കൊണ്ട് അടക്കി. പിന്നെ 90 സങ്കീർത്തനം വായിച്ചെന്ന്. പിന്നെ 90 സങ്കീർത്തനമൊക്കെ നമ്മൾ വായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഈണത്തിലൊക്കെയാണ് വായിക്കുന്നത്. കർത്താവേ, നീ തലമുറ തലമുറയായി ഞങ്ങളുടെ സങ്കേതമാകുന്നു. പർവ്വതങ്ങൾ ഉണ്ടായതിന് നീ ഭൂമിയായി ഭൂമണ്ഡലങ്ങളെ നിർമ്മിച്ചതിന് മുൻപ് നീ അനാദിയായി ശാശ്വതമായി ഞങ്ങളുടെ ദൈവമാകുന്നു. നീ മർത്യനെ പൊടിയിലേക്ക് മടങ്ങിച്ചേരുമാറാക്കുന്നു. പിന്നെ ഇതെല്ലാം കഴിഞ്ഞ് വീട്ടിലെ പാട്ടും പരിപാടിയും എല്ലാം കഴിഞ്ഞ് എടുത്തോണ്ട് പോകുമ്പോൾ പാടുന്നൊരു പാട്ടുണ്ട്. സഹിക്കാൻ മേലാത്തൊരു പാട്ടാണ്. കേട്ടിട്ടില്ലേ? പോകുന്നേ ഞാനും എൻഗ്രഹം തേടി ദൈവത്തോടൊത്ത് ഉറങ്ങിടാൻ, എത്തുന്നേ ഞാനും താതന്റെ ചാരെ പിറ്റേന്നൊപ്പം ഉണർന്നിടാൻ. അടുത്ത പാട്ട്, കരയുന്നു നിങ്ങൾ എന്തിനായി ഞാൻ എൻ സ്വന്തം ഗേഹത്തിൽ. എന്തിനാണ് ഇങ്ങനെ കരയുന്നത്? ഞാനങ്ങ് സ്വന്തം വീട്ടിലോട്ട് പോവാന്ന്. ഞാനങ്ങ് സ്വന്തം വീട്ടിലോട്ട് പോവാ. സ്തോത്രം. എന്നിട്ട് അതിലെ അടുത്തൊരു അനുപല്ലവിയുണ്ട്. സ്വർഗരാജ്യത്തിൽ ചെന്ന നേരത്തെ കർത്താവ് എന്നോട് ചോദിച്ചു, സ്വന്തം ബന്ധങ്ങൾ വിട്ടുപോന്നപ്പം നൊന്തു നീറിയോ നിൻ മനം? പുള്ളി തിരിച്ചു പറഞ്ഞെന്ന്, ശങ്ക കൂടാതെ ചൊല്ലി ഞാൻ, കർത്താവേ ജന്മം ധന്യമാ. അവിടെ ചെന്ന് കർത്താവ് ചോദിച്ചു, പെട്ടെന്ന് ഇങ്ങ് പോന്നപ്പം നൊന്തു നീറിയായിരുന്നു എന്ന്. അപ്പൊ തിരിച്ചു പറയാ, ഇല്ല കർത്താവേ, ഇപ്പോഴാണ് എൻ്റെ ജന്മം ധന്യമായെന്ന്. പിന്നെ അതിന്റെ അടുത്തൊരു അനുപല്ലവിയുണ്ട്, മാലാകമാരും ദൂതരും മാറി മാറി പുണർന്നെന്ന്. ഈ പുള്ളി അവിടെ ചെന്നപ്പോ, സ്തോത്രം, ഈ കോവിഡിന് ശേഷം ഈ പുണരുന്നതിന് ഒരു പ്രത്യേകതയുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ല? ഞങ്ങളത് എത്രയോ പ്രാവശ്യം കാണുന്നത്. ഒന്നിന്റെ പേപ്പർ മൊത്തം ഇതാ പറക്കിക്കോട്ടെ. സ്തോത്രം. ഈ പുണരുന്ന സമയത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? ഒരു ടിഷ്യൂ ബോക്സും കൊണ്ട് ഒരാൾ അടുക്ക നിൽക്കും. ഒരു ടിഷ്യൂ അങ്ങോട്ട് വെക്കും, ഒരാൾ പുണരും, അടുത്ത് താഴോട്ട് ഇടും.
അടുത്ത ആള് പുണരും, ഇതെടുത്ത് താഴോട്ടിടും. പിന്നെ അടുത്ത ആള് വീട്ടുകാർ നേരെ ജോബി ഒരു ചുംബനം ചേരാതാ വീട്ടേക്കുന്നത്. അന്നേരം പിന്നെ അവിടെ ചെല്ലുമ്പോൾ മാലാകമാരും ദൂതരും മാറി മാറി, പാട്ടൊക്കെ ഗംഭീരം, നല്ല ട്യൂണൊക്കെയാണ്, സംഗതി സൂപ്പറാണ്. പക്ഷെ ഈ സന്ദർഭവുമായിട്ട് ചേരുന്നില്ല. ഞാൻ പറഞ്ഞ എൻ്റെ സഹോദരങ്ങളെ, ഈ അടക്കമൊക്കെ ഗംഭീരമായിട്ട് നടക്കും. പിന്നെ ഈ കുഴിമട്ടത്തിൽ കൊണ്ട വെച്ചിട്ട് 1 കൊരിന്ത്യർ ലേഖനം 15 അധ്യായം മൊത്തം വായിക്കും. എന്നിട്ട് 1.5 മണിക്കൂർ പ്രസംഗം കുഴിമട്ടത്തിൽ നിന്ന്. എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞ് ഉത്തരവാദിത്തപ്പെട്ടവർ മുൻപോട്ട് വന്ന് മുഖം മൂടിയാട്ടെ എന്ന് പറഞ്ഞിട്ട് അടുത്ത ഒരു പരിപാടിയുണ്ട്. കുറേ വാക്കുകൾ അങ്ങ് പറയാം. കർത്താവ് തൻ ഗംഭീരനാഥത്തോടും പ്രധാന ദൂതന്റെ ശബ്ദത്തോടും ദൈവത്തിന്റെ കാഹളത്തോടും കൂടെ സ്വർഗത്തിൽ നിന്ന് ഇറങ്ങി വരുമ്പോൾ ക്രിസ്തുവിൽ മരിച്ച സകല ശരീരങ്ങളും ഉയർത്തെഴുന്നേൽക്കും കൂട്ടത്തിൽ ഈ ശരീരവും ഉയർത്തെഴുന്നേൽക്കുമെന്ന പ്രത്യാശയോടെ പൊടിപണ്ടായിരുന്നതുപോലെ മണ്ണോട് മണ്ണ് ചേരേണ്ടതിന് ഞാൻ നിന്നെ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പൂഴിക്കെ ഏൽപ്പിക്കുന്നു. സെക്രട്ടറി വട്ടയിലക്കകത്ത് മണ്ണ് കൊണ്ട് നിൽക്കുക, തിരിഞ്ഞു പോലും നോക്കണ്ട. നമുക്കറിയാം വലത് കൈയുടെ സൈഡിൽ മണ്ണുണ്ടെന്ന്. പെതുക്കെ കൈ ബൈക്കിലോട്ട് കൊണ്ടുവന്നാൽ മതി, മണ്ണ് കൈ കിട്ടും. അപ്പോഴത്തേന് ഇത് 3 പ്രാവശ്യം വാരി ഇട്ടിട്ട്, നീയോ പ്രിയ പിതാവേ പോയി വിശ്രമിച്ചു കൊള്ളുക, കാലാവസാനത്തിൽ നിന്റെ ഓഹരി പ്രാപിപ്പാൻ എഴുന്നേറ്റു വരിക. സ്വോത്രം. നമ്മൾ പെട്ടി അങ്ങോട്ട് അടച്ച് ഒരു പാട്ടും കൂടെ, പേർ വിളിക്കുന്ന നേരം കാണും എൻ പേരും എടുത്ത് സെല്ലാറിനകത്തോട്ട് വെച്ചു. പിന്നെ ഒരു ഓട്ടമാണ്, അപ്പുറത്തെ അടുത്ത പൊതിയുണ്ട്, കണ്ടിട്ടില്ലേ? ഇപ്പൊ സ്റ്റാൻഡേർഡായി, പേര് മറന്നുപോയി, ഫെബിനെ ഇപ്പൊ സ്റ്റാൻഡേർഡായി. നേരത്തെ ഈ ഉഴുന്നുവടയൊക്കെ ആയിരുന്നു, ഇപ്പൊ സ്റ്റാൻഡേർഡായി. ബർഗർ, പിന്നെ ഒരു പാക്കറ്റ് ഫ്രൂട്ടി, കേക്ക്, അങ്ങനെയൊക്കെയാണ്. നേരത്തെ പാർലിജിയുടെ ബിസ്ക്കറ്റും ഒരു പരിപ്പൂടയൊക്കെ ആയിരുന്നു. ഇപ്പം സംഗതി മാറി. പിന്നെ ഈ ആശീർവാദം പറയുന്ന ഘട്ടത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ കുഴിമട്ടത്തിൽ ആളില്ല, എല്ലാവരും ടേബിളിന്റെ ചുറ്റും. കണ്ടിട്ടില്ലേ? ഞാൻ പറഞ്ഞത് എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ഇതെല്ലാം നടക്കും. ആളുകൾ പറയും ഗംഭീര അടക്കമായിരുന്നു. പക്ഷെ എൻ്റെ വാക്ക്, ആത്മാവിനാൽ ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യത്തിൽ കടപ്പാൻ കഴിയത്തില്ല. പുതുതായി ജനിച്ചില്ലെങ്കിൽ ദൈവരാജ്യത്തിൽ കാണാനും കഴിയത്തില്ല. എനിക്ക് ഈ ഓർത്തഡോക്സ് ലിറ്റർജി ഭയങ്കര ഇഷ്ടമാണ്. അവരുടെ പാട്ടുകളൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ, ഞങ്ങളുടെ ചർച്ചിന് തൊട്ടടുത്തൊരു ഓർത്തഡോക്സ് പള്ളിയുണ്ട്. ഞങ്ങളുടെ വിശ്വാസി ഇവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ 2 വീട് അപ്പുറത്താണ് ഓർത്തഡോക്സ് പള്ളി. പള്ളി ഇച്ചിരി ഉയർന്നായിരിക്കുന്നത്, അതുകൊണ്ട് ഞങ്ങൾക്ക് ഡയറക്റ്റ് കേൾക്കാം. ഞാനിങ്ങനെ രാവിലെ അവിടുത്തെ പാട്ട് ഇങ്ങനെ കേൾക്കും. 5-6 വർഷമായി കേൾക്കാൻ തുടങ്ങിയിട്ട്. അതുകൊണ്ട് പാട്ടുകളെല്ലാം കാണാതെ പഠിച്ചിട്ടുണ്ട്. ഭയങ്കര ഗംഭീരമാണ് ചില പാട്ടുകളൊക്കെ. നിങ്ങൾ പലർക്കും അറിയാവുന്ന പാട്ടാണ്. കർത്താവേ നിൻ രക്തശരീരങ്ങൾ കൈക്കൊണ്ട്, അല്ലേ? അറിയത്തില്ലേ? ഭക്തരായി മരിച്ചോർ കരുളണമേ നല്ല ഓർമ്മ, നിന്റെ മഹത്വം ഉദിക്കുന്നാൾ നിൽക്കണം അവർ വലഭാഗത്തായി. എല്ലാം ഗംഭീരാണ്, പാട്ടുകളൊക്കെ ഗംഭീരാണ്. പക്ഷെ സ്വർഗരാജ്യത്തിൽ കടക്കണമെങ്കിൽ ഇവിടെ വചനം പറയുന്നു, വീണ്ടും ജനിച്ചേ പറ്റത്തുള്ളൂ. സ്വോത്രം. ദൈവത്തിൽ നിന്നൊരു ഉത്ഭവം ഉണ്ടാകണം. ഇന്ന് രാത്രി യോഗത്തിന്റെ ഈ പ്രത്യേക സമയത്ത് ഞാൻ നിങ്ങളോട് ഹൃദയപൂർവ്വം ചോദിക്കട്ടെ, ദൈവത്തിൽ നിന്ന് ഉത്ഭവമുണ്ടെന്ന് ഉറപ്പുണ്ടോ? ഇല്ലെങ്കിൽ ദൈവരാജ്യം കാണാനും കഴിയില്ല, കടക്കാനും കഴിയില്ല. സ്വോത്രം. ചിലരോട് വീണ്ടും ജനിച്ചോ എന്ന് ചോദിക്കുമ്പോൾ അവർ പറയും സ്നാനപ്പെട്ടതാണെന്ന്. സ്നാനവും വീണ്ടും ജനനവും തമ്മിൽ എന്നാച്ചാ ബന്ധം? സ്നാനം വേറെ, വീണ്ടും ജനനം വേറെ. സ്നാനം മരണത്തോടുള്ള പങ്കാളിത്തമാണ്, വീണ്ടും ജനനം ജീവനിലേക്ക് വരുന്നതാണ്. രണ്ടും രണ്ടാണ്. സ്നാനമാണ് വീണ്ടും ജനനം എന്നാരും ചിന്തിക്കരുത്. സ്വോത്രം. ഇന്ന് രാത്രി അങ്ങനെ ഒരു ഉറപ്പ് കിട്ടിയിട്ടില്ലെങ്കിൽ നിങ്ങൾ കർത്താവിനോട് പ്രാർത്ഥിക്കണം, കർത്താവ് ഇന്ന് രാത്രി എനിക്ക് വീണ്ടും ജനന അനുഭവം വേണം. നിങ്ങൾ ആ വീണ്ടും ജനനത്തിലേക്ക് വന്നാൽ നിങ്ങൾക്കൊരാത്മീക ഉത്ഭവം ഉണ്ടാകുക. അതാ ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്ന് പറയുന്നത്. ദൈവത്തിൽ നിന്ന് ജനിച്ചു. ഹല്ലേലൂയ. അപ്പൊ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു എന്ന് പറയുമ്പോൾ പ്രഥമാർത്ഥത്തിൽ നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ്. ബോൺ ഓഫ് ഗോഡ്. ദൈവത്തിൽ നിന്ന് ജനിച്ചു.
നമ്മുടെ അപ്പനിൽ നിന്ന് അമ്മയിൽ നിന്ന് ജനിച്ചു എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലാകും. ഇതുപോലെ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചു, കെടാത്ത ബീജത്താൽ, ദൈവവചനത്താൽ ദൈവത്തിൽ നിന്ന് ജനിച്ചു. ഈ ദൈവത്തിൽ നിന്ന് ജനിച്ചു എന്ന് പറയുന്ന വാക്ക് യോഹന്നാന്റെ 1-ാം ലേഖനത്തിൽ ആവർത്തിച്ച് പറയുന്നുണ്ട്. റെഫറൻസുകൾ പറയാം. 1-ാം അധ്യായം 29-ാമത്തെ വാക്യം, അവൻ നീതിമാനെന്ന് നിങ്ങൾ ഗ്രഹിച്ചിരിക്കുന്നുവെങ്കിൽ നീതി ചെയ്യുന്നവനൊക്കെയും അവനിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. കണ്ടോ, എവിടെ നിന്ന് ജനിച്ചു? ദൈവത്തിൽ നിന്ന് ജനിച്ചു. 1 യോഹന്നാൻ 3:9, ദൈവത്തിൽ നിന്ന് ജനിച്ചവനാരും പാപം ചെയ്യുന്നില്ല. 1 യോഹന്നാൻ 4:7, അന്യോന്യം സ്നേഹിക്കുക, സ്നേഹം ദൈവത്തിൽ നിന്ന് വരുന്നു, സ്നേഹിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. 1 യോഹന്നാൻ 5:1, യേശുവിനെ ക്രിസ്തു എന്ന് വിശ്വസിക്കുന്നവനെല്ലാം ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നു. 5:4, ദൈവത്തിൽ നിന്ന് ജനിച്ചതൊക്കെയും ലോകത്തെ ജയിക്കുന്നു. 5:18, ദൈവത്തിൽ നിന്ന് ജനിച്ചിരിക്കുന്നവനാരും പാപം ചെയ്യുന്നില്ല. അപ്പൊ നിങ്ങൾ ആ വാക്ക് കണ്ടോ? ദൈവത്തിൽ നിന്ന് ജനിച്ചു, ദൈവത്തിൽ നിന്ന് ജനിച്ചു, ദൈവത്തിൽ നിന്ന് ജനിച്ചു. 6 പ്രാവശ്യം ആവർത്തിച്ചു പറയുന്നു, ദൈവത്തിൽ നിന്ന് ജനിച്ചു. അപ്പോ നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ് എന്ന് പറയുന്നുവെങ്കിൽ നിങ്ങൾ ദൈവത്തിൽ നിന്ന് ജനിച്ചവരാണ് എന്നാണ് അതിൻ്റെ അർത്ഥം. നമുക്കൊരു ആത്മീക ഉത്ഭവമുണ്ട്. ആമേൻ. ഇനിയും നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ചപ്പോൾ നമുക്കൊരു ദിവ്യ പൈതൃകം ഉണ്ടാകുന്നുണ്ട്. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, എന്തോ? ദിവ്യ പൈതൃകം, സ്പിരിച്വൽ ലെഗസി. നമുക്ക് എന്നാ ഉണ്ട്? പറഞ്ഞേ. ദിവ്യമായ ഒരു പൈതൃകമുണ്ട്. ഒന്നിച്ച് പറ. നിങ്ങൾ മിണ്ടുന്നില്ല. ഇതിനകത്തൊരു വലിയ റെവലേഷൻ കിടപ്പുണ്ട്. നമുക്ക് ദിവ്യമായ ഒരു പൈതൃകമുണ്ട്. ഞാൻ നിങ്ങളോട് പറയാം, നമ്മൾ ഒരു കുടുംബത്തിൽ ജനിച്ചത് കൊണ്ട് ആ കുടുംബത്തിൻ്റെ ഒരു ലെഗസി ഉണ്ട് നമ്മുടെ മേൽ. ഏത് കുടുംബത്തിലാണോ ജനിച്ചത് ആ കുടുംബത്തിൻ്റെ ഒരു ലെഗസി ഉണ്ട് നമ്മുടെ മേൽ. ഈ മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്നവർക്കറിയാം, ജനറ്റിക് സ്ക്രീനിങ് എന്ന് പറയുന്ന ഒരു സംഭവമുണ്ട്. അറിയത്തില്ലേ? ഇവിടെ ഇല്ലേ? അല്ലേ? ജനറ്റിക് സ്ക്രീനിങ്. അതായത് കുട്ടിക്കുണ്ടായ രോഗം അപ്പനിൽ നിന്നാണോ അമ്മയിൽ നിന്നാണോ എന്ന് മനസ്സിലാക്കാൻ വേണ്ടി നടത്തുന്ന ഒരു ടെസ്റ്റാണ് ജനറ്റിക് സ്ക്രീനിങ് എന്ന് പറയുന്നത്. ഒരു കുട്ടിക്ക് ഒരു രോഗം വന്നു, അടുത്ത കുട്ടിക്കും അതേ രോഗം വന്നെങ്കിൽ ഉറപ്പാണ് ഈ ഒരു ടെസ്റ്റ് നടത്തും. സ്തോത്രം. അപ്പോൾ ഒരു കാര്യം ഉറപ്പാ, ഏതു വീട്ടിൽ ജനിക്കുന്നുവോ ആ വീടുമായി ബന്ധപ്പെട്ട ആത്മീക ശാരീരികമായിട്ടുള്ള കണക്ഷനുകൾ ആ കുട്ടിയോടുള്ള ബന്ധത്തിലുണ്ട്. അത് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാം. എൻ്റെ കയ്യിൽ PG58 എന്ന് പറഞ്ഞ ഷുവറിൻ്റെ ഒരു മൈക്കുണ്ട്. ഈ മൈക്കിന് ഒരു കേബിൾ നമ്മൾ കാണുന്നില്ല, പക്ഷേ ഒരു കണക്ടിവിറ്റി ഉണ്ട്. അതുകൊണ്ടാണല്ലോ ഈ ശബ്ദം കാതുകളിൽ കേൾക്കുന്നത്. എന്താ ഇതിൻ്റെ കണക്ടിവിറ്റി? നിങ്ങൾ ഇതിൻ്റെ പാക്കറ്റ് എടുത്ത് നോക്കുകയാണെങ്കിൽ അതിൽ VHF, UHF എന്നൊക്കെ എഴുതിയിരിക്കുന്നത് കാണാം. അത് ആ ഫ്രീക്വൻസിയുടെ പേരാണ്. അതായത് എൻ്റെ വായിൽ നിന്ന് പുറപ്പെടുന്ന ശബ്ദതരംഗം ഇതിൻ്റെ ഫ്രണ്ടിലിരിക്കുന്ന ഒരു കൊച്ചു ഡയഫ്രം ക്യാച്ച് ചെയ്യുന്നു. അത് കാന്തിക തരംഗമാകുന്നു. ആ കാന്തിക തരംഗം റേഡിയോ തരംഗങ്ങളാകുന്നു. ഈ ശബ്ദതരംഗം കാന്തിക തരംഗമാകുകയും കാന്തിക തരംഗം റേഡിയോ തരംഗങ്ങളാകുകയും ചെയ്തിട്ട് ഈ റേഡിയോ തരംഗങ്ങൾ നിങ്ങൾ നേരെ തിരിഞ്ഞു നോക്കിയാൽ അവിടെ ഇതിൻ്റെ റിസീവർ ഉണ്ട്. ആ റിസീവർ അതിനെ ക്യാച്ച് ചെയ്യുകയാണ്. വീണ്ടും അതിനെ ഇലക്ട്രിക് തരംഗമാക്കി ഈ ലൗഡ് സ്പീക്കറിൽ എത്തിക്കഴിയുമ്പോൾ അത് വീണ്ടും ശബ്ദതരംഗമാകുക. അത് സെക്കൻഡുകൾക്കുള്ളിൽ സംഭവിക്കുന്ന മാറ്റങ്ങളാണ്. അപ്പൊ കണക്ഷൻ കാണാനില്ലെങ്കിലും ഇവ തമ്മിൽ ഒരു കണക്ടിവിറ്റി ഉണ്ട്. ഇതുപോലെ എൻ്റെ പ്രിയ സഹോദരങ്ങളെ, ജനിച്ച വീടിനോടുള്ള ബന്ധത്തിൽ
അത് അപ്പനാകട്ടെ അമ്മയാകട്ടെ, ജനിച്ച വീടിനോടുള്ള ബന്ധത്തിൽ വ്യക്തികളുമായി ഒരു കണക്ടിവിറ്റി കിടപ്പുണ്ട്. അത് മനസ്സിലാകാൻ വേണ്ടി ഞാൻ പറയാം. നിങ്ങൾ ഒരു ഡോക്ടറെ കാണാൻ ചെന്നാൽ ഡോക്ടർ രോഗവിവരം അന്വേഷിക്കുന്നതിനേക്കാൾ മുൻപ് അദ്ദേഹം ഫാമിലി ഹിസ്റ്ററി ആയിരിക്കും അന്വേഷിക്കാൻ പോകുന്നത്. വീട്ടിൽ ആർക്കെങ്കിലും ഡയബറ്റിക് ഉണ്ടോ? ആർക്കെങ്കിലും ക്യാൻസർ ഉണ്ടോ? വീട്ടിൽ ആർക്കെങ്കിലും ആസ്മയുണ്ടോ? വീട്ടിൽ ആർക്കെങ്കിലും ഹാർട്ടിന്റെ പ്രോബ്ലം ഉണ്ടോ? വീട്ടിൽ ആർക്കെങ്കിലും ഡിപ്രഷൻ ഉണ്ടോ? സ്തോത്രം. ഞാൻ പറഞ്ഞത് ഇത് ആ കുടുംബത്തിൽ ജനിച്ചു വളർത്തപ്പെട്ടത് കൊണ്ട് കിട്ടുന്ന ഒരു കൈമാറ്റമാണ്. ഈ മർത്തോമ ഫാമിലിയിൽ നിന്ന് വന്ന മർത്തോമായിൽ നിന്ന് വന്ന ആരെങ്കിലും മർത്തോമ, ഈ മർത്തോമായിലെ അച്ഛന്മാരെ അവർ സെലക്ട് ചെയ്യുമ്പം അവർ കുടുംബം നോക്കും. കുടുംബം, ഫാമിലി ബാക്ക്ഗ്രൗണ്ട്, അതായത് നല്ല ലെഗസി ഉള്ളവർക്ക് മാത്രമേ നല്ല മൂല്യങ്ങൾ ഉണ്ടാകത്തുള്ളൂ. അതുകൊണ്ട് ഈ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് അവർ ചെക്ക് ചെയ്യും. സ്തോത്രം. എങ്ങനെയാണെന്നറിയാൻ. പിന്നെ പെന്തക്കോസിൻ്റെ ഒരു പ്രത്യേകത, നമുക്കിതൊന്നും വിഷയമല്ല. ഇന്നലെ കഞ്ചാവ്, ഇന്ന് പാസ്റ്റർ, ഗ്ലോറി. സ്തോത്രം. കാരണം നമ്മൾ അങ്ങനെയാ. ശരിയാണ്, ഞാനത് പുറകാലം തെളിയിക്കാം. സ്തോത്രം. ഈ ക്യാരക്ടർ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ്. പ്രിയരെ, മിനിസ്ട്രിയുടെ നിലനിൽപ്പും അതിൻ്റെ വർധനവും ഒച്ചയ്ക്കകത്തല്ല നിൽക്കുന്നത്, ക്യാരക്ടറിനകത്താണ്. ഓ, നമ്മളെ പാടുന്ന ഒരു പാട്ടുണ്ടല്ലോ, നക്ഷത്രങ്ങൾ പോലീ ലോകെ ശോഭിച്ചോരിൽ ചിലരെ കാണുന്നില്ലേ ഞാൻ ഈ ലോകെ ശുദ്ധർ കൂട്ടത്തിൽ. എന്താ കാണാത്തെ? ക്യാരക്ടർ മോശമാണ്. നമ്മൾ ചിലരെയൊക്കെ പറയത്തില്ലേ, മിനിസ്ട്രി സൂപ്പറാ പക്ഷെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. അതന്നെ മിനിസ്ട്രിയാണ്. മിനിസ്ട്രി സൂപ്പറാണ് പക്ഷെ വീട്ടിൽ കയറ്റാൻ കൊള്ളത്തില്ല. വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവന്റെ മിനിസ്ട്രിയും കൊള്ളത്തില്ലെന്ന് വെക്കച്ച. നമ്മുടെ കുറെ ട്രെൻഡുണ്ട്. നമ്മുടെ ട്രെൻഡ് എന്ന് പറഞ്ഞാൽ ഡെലിവറൻസ് മീറ്റിംഗ് എന്ന് എഴുതി വെച്ചാൽ മതി, നമ്മൾ ഇടിച്ചങ്ങ് കയറും. ബൈബിൾ സ്റ്റഡി എന്ന് എഴുതി വെച്ച് ആർക്കും വേണ്ട. ഞാൻ മീഡിയ സൈഡിലൊക്കെ വർഷങ്ങളായിട്ട് പ്രവർത്തിക്കുന്നയാളാണ്. ഈ നിങ്ങളുടെ ജീവിതം പച്ച തൊടാൻ പോകുന്നു, ചുമ്മാ ഒരു ക്യാപ്ഷൻ ഇട്ട് ഒരു വീഡിയോ അപ്ലോഡ് ചെയ്ത് 2 മണിക്കൂർ കൊണ്ട് 20,000 പേര് കാണും. പക്ഷേ ദൈവസഭയ്ക്ക് വിശുദ്ധി ആവശ്യം. 20 ദിവസമായിട്ടും 200 പേര് പോലും കണ്ടില്ല. ആർക്ക് വേണം വിശുദ്ധി? ഇത് നമ്മുടെ ഒരു ട്രെൻഡാ. അർദ്ധരാത്രികളുടെ നിഗൂഢത. നിങ്ങൾ ഈ ക്യാപ്ഷൻ നിങ്ങൾ യൂട്യൂബിൽ ചെന്നൊന്ന് സെർച്ച് ചെയ്തേ, അർദ്ധരാത്രിയുടെ നിഗൂഢത നോക്കിയോ. ഉറപ്പായിട്ട് 4 ലക്ഷം പേരെങ്കിലും കണ്ടു കാണും. കാരണം അതിൻ്റെ ആ ഒരു പ്രത്യേകത, അത് ഈ ചില യൂട്യൂബ് ചാനലുകാരുടെ ഒരു പ്രത്യേകത, ഈ നരേന്ദ്രമോദി ഞെട്ടിത്തരിച്ചു. അപ്പോൾ നമ്മളെ അത്ഭുതപ്പെടുത്തി. നരേന്ദ്രമോദി ഞെട്ടിയോ? അതെന്നെ അടപാടാ. നമ്മൾ ഈ സാധനം കയറി കേട്ടാൽ നരേന്ദ്രമോദിക്കും ഇതുമായിട്ട് ഒരു ബന്ധമില്ല. അപ്പം ഞെട്ടി, ട്രംപ് ഞെട്ടി വിറച്ചു. ക്യാപ്ഷനുകളാ. നമ്മൾ ട്രംപ് ഞെട്ടി വിറച്ചോ? അതെന്തുവാ? ചെന്ന് നോക്കുമ്പോൾ ട്രംപ് ഈ കാര്യം അറിഞ്ഞിട്ട് പോലും ഇല്ല. ഇനി ചിലർ ഈ ക്രൂശീകരണമൊക്കെ പറയുന്നത് കേട്ട് കഴിഞ്ഞാൽ കർത്താവ് ആ കാര്യമൊന്നും അറിഞ്ഞിട്ട് പോലും ഇല്ല. സത്യമാണ്. ചിലർ ക്രൂശീകരണം പറഞ്ഞു കേട്ടാൽ. ഒരു ദിവസം ഞങ്ങളുടെ ചർച്ചിൽ ഒരാളെ പ്രസംഗിക്കാനായിട്ട് വിളിച്ചു. അപ്പോൾ ഇയ്യോബിൻ്റെ കഷ്ടത ഇങ്ങനെ പുള്ളി പ്രസംഗിക്കുക. ഇയ്യോബിൻ്റെ കഷ്ടത ഈ പുള്ളി ഇങ്ങനെ പ്രസംഗിച്ചിട്ട്, പ്രിയപ്പെട്ടവരെ, കപ്പത്തണ്ടിൻ്റെ അതിൻ്റെ തൊലി ചെത്തിയെടുക്കുന്നത് പോലെ ഒട്ടുകഷണം കൊണ്ട് ഇയ്യോബ് അദ്ദേഹത്തിൻ്റെ സ്കിന്നിങ്ങനെ ചെത്തി. ഞാനപ്പോൾ ഇങ്ങനെ മുകളിലോട്ട് നോക്കിയേ, അപ്പോഴത്തേന് പുള്ളിയുടെ ആ ഫ്ലോ അങ്ങ് പോയി. ഞാൻ പറഞ്ഞത് ഇയ്യോബ് ഇതൊന്നും അറിഞ്ഞിട്ട് കൂടിയില്ല. സ്തോത്രം. ഈ സംഭവമൊക്കെ ഇങ്ങനെ ഈ സ്കിന്നൊക്കെ ഇങ്ങനെ ചെത്തിയെടുത്ത കാര്യം പുള്ളി അപ്പച്ചൻ്റെ ഡയബറ്റിക് കൂടി ഈ സ്കിന്ന് ചെത്തിയത് ഏതാണ്ട് പുള്ളി കണ്ടിട്ടാണ് ഈ സംഭവം പറയുന്നത്. ഇപ്പം ഞാൻ പറഞ്ഞത് കർത്താവ് പോലും അറിയാത്ത കാര്യങ്ങളാണ് ഈ ചിലർ ഈ തട്ടിവിടുന്നത്. ഞാൻ പറഞ്ഞത് എൻ്റെ സഹോദരങ്ങളെ, ഒരു ലെഗസി ഉണ്ട്. നമ്മൾ ഏത് വീട്ടിൽ ജനിച്ചോ ആ വീടിൻ്റെ ഒരു ലെഗസി ഉണ്ട്. അതുകൊണ്ടാണ് ഈ പണ്ട് അപ്പച്ചന്മാരൊക്കെ കുടുംബം നോക്കുന്നത്. കല്യാണം നടത്താൻ നേരത്ത്
ഈ ഇടയ്ക്ക് എന്നോടൊരു പാസ്റ്റർ പറഞ്ഞു, എൻ്റെ മോനെ, എൻ്റെ ഒരു റിലേറ്റീവ്, അദ്ദേഹം എന്നോട് പറഞ്ഞു, എൻ്റെ മോനെ സൗന്ദര്യം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പണം വേണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ നല്ലൊരു കുടുംബം വേണം. സ്വതന്ത്രം. എനിക്കിത് അറിയാവുന്നതുകൊണ്ട് പുള്ളി എന്തോ ഉദ്ദേശമെന്ന് എനിക്ക് മനസ്സിലായി. നല്ല കുടുംബത്തിനകത്ത് നല്ല മൂല്യമുണ്ട്. ഗ്ലോറി. നിങ്ങൾക്ക് ചിലപ്പോൾ അത് പിടികിട്ടി കാണത്തില്ല, ഞാനത് അല്പം കൂടെ പറയാം. ഞാൻ ഈ സാധാരണ ഈ ഫാമിലി മീറ്റിങ്ങിലൊക്കെ പറയുന്ന ഒരു സംഭവമാണ്, അത് ഇതിനോടുള്ള ബന്ധത്തിലങ്ങ് പറയാം. ഈ ഭാര്യയെ ഇടിക്കുന്ന ഭർത്താവ്, അത് കണ്ടു വളരുന്ന മോൻ, അവൻ കല്യാണം കഴിച്ചാൽ ഉറപ്പാണ് അവൻ ഭാര്യ ഇടിക്കും. സ്വതന്ത്രം. അമ്മമാർക്ക് അതങ്ങ് ഇഷ്ടപ്പെട്ടു, പുറകാലെ വരുന്നുണ്ട്. അച്ഛനെ അനുസരിക്കാത്ത അമ്മാമ്മ എന്നാ പറഞ്ഞാലും അനുസരിക്കത്തില്ല. അമ്മാമ്മ ഒരു മോളെ വളർത്തുന്നുണ്ട്. സ്വതന്ത്രം. ആ അമ്മാമ്മ ആ മോളെ കല്യാണം കഴിപ്പിച്ചാൽ ഉറപ്പാണ് ആ മോളും ഭർത്താവിനെ. പിന്നെ അച്ഛൻ പാവമായതുകൊണ്ട് ഇത്രയും നാളും അമ്മാമ്മ ജീവിച്ചു. അല്ലെങ്കിൽ സെറ്റ് ടോപ്പ് ബോക്സ് ഒക്കെ എടുത്ത് തലക്കടിച്ചേന്. അല്ല, ഞാനത് പറഞ്ഞത് ഇപ്പം ലൈവായിട്ടുള്ള ചില സംഭവങ്ങളോടുള്ള ബന്ധത്തില്ല. നിങ്ങൾക്ക് മനസ്സിലായി കാണും, ചിലർക്ക് മനസ്സിലാകത്തില്ല. ഞാനിപ്പോൾ എന്നാ ചെയ്യാനാ? എൻ്റെ പ്രിയനെ, ഇത് സത്യമാണ്. ഇനി അതെന്നാ പാസ്റ്ററെ അപ്പൻ്റെ സ്വഭാവം മോന് കാണുമെന്ന് പറയുന്നത്? നിങ്ങൾ മെഡിക്കൽ ഫീൽഡുമായിട്ട് ബന്ധമുള്ളവരല്ലേ? ഒരു കുട്ടി ഒരു വീട്ടിൽ ജനിക്കുമ്പോൾ അപ്പൻ്റെ 23 ക്രോമസോമും അമ്മയുടെ 23 ക്രോമസോമുമായിട്ടാണ് ജനിക്കുന്നത്. അപ്പോൾ അപ്പൻ്റെ സ്വഭാവവും അമ്മയുടെ സ്വഭാവവും പിള്ളാരിൽ ഇൻബിൽട്ടാണ്. സ്വതന്ത്രം. ഈ ഗിറ്റാറിനകത്ത് സത്യത്തിൽ ഇൻബിൽട്ട് സാധനമൊന്നുമില്ല. അത് ട്യൂൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ പിടിക്കുന്ന കോഡ് അത് കേൾക്കും. അല്ലാതെ അതിനകത്ത് ഇൻബിൽറ്റ് ചെയ്ത സാധനമൊന്നുമില്ല. പക്ഷേ ഞാനിപ്പോൾ ഇദ്ദേഹത്തോട് പറയുകയാണ്, 6/8 ഒരു റിതം ഇടാൻ പറഞ്ഞാൽ ഇദ്ദേഹം ഇവിടെ നിന്ന് ആലോചിക്കണ്ട എങ്ങനെ ഇനി അത് ഉണ്ടാക്കുന്നതെന്ന്. ആ സാധനം ഇതിനകത്തുണ്ട്. ഇത് ടാപ്പ് ചെയ്തെടുത്താൽ മതി. ഇതിനകത്ത് ടാപ്പ് സ്വിച്ച് ഉണ്ട്. 6/8 റിതം എന്ന് പറയുന്ന സാധനം ടാപ്പ് ചെയ്തെടുത്താൽ മതി. ഇത് ഇതിനകത്ത് ഇൻബിൽട്ടാ. ഇതുപോലെ എൻ്റെ സഹോദരങ്ങളെ, നിങ്ങളുടെ സ്വഭാവം നിങ്ങളുടെ തലമുറയുടെ അകത്ത് ഇൻബിൽട്ടാണ്. മനസ്സിലാകുന്നുണ്ടോ? കൊച്ചമ്മയുടെ സ്വഭാവം മോളുടെ അകത്ത് ഇൻബിൽട്ടാണ്. അത് തൂത്ത മാറത്തില്ല. വടിയൊക്കെ എടുത്ത് കണ്ണുരുട്ടിയൊക്കെ കാണിച്ചു കഴിഞ്ഞാൽ കൊച്ചിനെ പേടിപ്പിക്കാമെന്നല്ലാതെ ഈ സാധനം അകത്ത് ഇൻസ്റ്റാൾ ചെയ്ത് വെച്ചിരിക്കുകയാണ്. എനിക്കറിയത്തില്ലേ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങൾ ഇത് സെർച്ച് ചെയ്ത് നോക്ക്. ഞാൻ കെട്ടുകഥ പറയുകയല്ലേ. എൻ്റെ സഹോദരങ്ങളെ, നല്ല തലമുറയെ വേണമെങ്കിൽ സ്തോത്രം കെൻഡക്കി മേടിച്ചു കൊടുക്കാൻ പഠിച്ചാൽ പോരാ, അവരുടെ മുന്നിൽ നല്ല ജീവിതം നയിക്കാൻ പഠിക്കണം. സ്തോത്രം 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 സ്തോത്രം. പിടികിട്ടുന്നുണ്ടെങ്കിൽ ഒരാമേ പറഞ്ഞോ. പിള്ളേരുടെ മുൻപിൽ മുട്ടം വഴക്കുണ്ടാക്കിയാൽ അവരത് കണ്ടാ വളരുന്നത്. നിങ്ങൾ ഉണ്ടാക്കിയതിനേക്കാൾ വലിയ വഴക്ക് പിള്ളേർ ഉണ്ടാക്കും. ഞാൻ അത് കയറ്റി പറയാം. നിങ്ങൾ ചർച്ചിനകത്ത് ഇരുന്നുറങ്ങിയാൽ പിള്ളേർ ചർച്ചിനകത്ത് കിടന്നുറങ്ങും. നിങ്ങൾ ചർച്ചിനകത്ത് കടാരി കൊണ്ട് കയറിയാൽ പിള്ളേർ ചർച്ചിനകത്ത് വടിവാള് കൊണ്ട് കയറും. സ്വത്രം. കാരണം ഇതൊരു കൈമാറ്റമാണ്. ഇത് ഇൻബിൽട്ടായിട്ടിരിക്കുന്ന സാധനം. ഇവിടെയാണ് ഈ സ്പിരിച്വൽ ലെഗസി എന്ന് പറയുന്ന സംഭവം വരുന്നത്. നമുക്കൊരു ദിവ്യ പൈതൃകം ഉണ്ടാകുന്നെന്ന്. ഒരു ദിവ്യ പൈതൃകം. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ഒരു ആമേൻ പറ. അതാ പറയുന്നത്, ഒരുവൻ ക്രിസ്തുവിലായാൽ പറ ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ ആരായി? ഒന്നുകൂടെ പറ. ഒരുവൻ ക്രിസ്തുവിൽ ആയാൽ അവൻ. സ്തോത്രം. അതാ പറയുന്നത്, പഴയത് കഴിഞ്ഞു പോയി. ശരിക്കും നമ്മൾ ദൈവത്തിൽ നിന്ന് ജനിച്ച് വരുന്നവരാണെങ്കിൽ ആ പഴയ ലെഗസിയെ ദൈവം പൊളിക്കുകയാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരാമേൻ പറ. വീണ്ടും ജനിച്ചവൻ അത് അനുഭവിക്കാൻ പറ്റും. വീണ്ടും ജനിച്ചവൻ അത് അനുഭവിക്കാൻ പറ്റും. അതാ പറ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാ. ഒന്നുകൂടെ പറ, നിങ്ങൾ എവിടെ നിന്നുള്ളവരാ? നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാ. ആ പഴയ സംഭവത്തെ കർത്താവ് പൊളിക്കുകയാണ്.
ഞാനത് പറയുമ്പം അല്പം കൂടെ കയറ്റി നിങ്ങളോട് പറയാം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഈ നമ്മുടെ ലെഗസി ചേഞ്ച് ആകുമ്പോൾ ഉണ്ടല്ലോ, ഈ നക്ഷത്രബന്ധങ്ങൾ പോലും പൊളിഞ്ഞു പോകുന്നുണ്ട് കേട്ടോ. നമ്മളൊക്കെ ജനിച്ചപ്പോൾ ഒരു നക്ഷത്രം ഉണ്ടല്ലോ, അത്തം, ചിത്തിര, ചോതി, വിശാഖം, പുരുട്ടാതി, ഉത്തുരുട്ടാതി, അല്ലേ, തൃക്കേട്ട, പുണർതം, ഇങ്ങനെയൊക്കെയുള്ള ഇപ്പോഴും ഇതിൻ്റെ പുറകെ നടക്കുന്ന പുള്ളികളുണ്ട്. നിങ്ങൾ കർത്താവുമായിട്ട് ഒരു ബന്ധവും ഇല്ലാത്തവരാ. നിങ്ങൾ 28 കെട്ടി 48 കെട്ടി നടന്നോ, കർത്താവുമായിട്ട് ഒരു ബന്ധവും ഇല്ല. പക്ഷെ നിങ്ങൾ ക്രിസ്തുവിൽ നിന്ന് ജനിച്ചവരാണെങ്കിൽ അതോടുകൂടെ നക്ഷത്രബന്ധങ്ങളും പൊളിഞ്ഞു മാറി. അതാണ് ഇയ്യോബിന്റെ പുസ്തകം 38:31 പറയുന്നത്. കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? മകയിരത്തിന്റെ ബന്ധനങ്ങളെ നിനക്കഴിക്കാമോ? രാശിചക്രത്തി അതിന്റെ കാലത്ത് പുറപ്പെടുവിക്കാമോ? സപ്തർഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ? ആകാശത്തിന്റെ നിയമത്തെ നിനക്കറിയാമോ? അതിന് ഭൂമിമേലുള്ള സ്വാധീനത്തെ നിനക്ക് നിർണയിക്കാമോ? സ്വോത്രം. ഞാനത് വിശദീകരിക്കാം. കാർത്തികയുടെ ചങ്ങല നിനക്ക് ബന്ധിക്കാമോ? ചോദ്യം. ബന്ധിക്കാൻ പറ്റില്ല. പക്ഷെ കർത്താവ് പറയാ, നിനക്ക് പറ്റത്തില്ല, പക്ഷെ എനിക്ക് പറ്റും. മകയിരത്തിന്റെ ബന്ധനങ്ങളെ നിനക്കഴിക്കാമോ? ഉത്തരം, നിനക്കഴിക്കാൻ പറ്റത്തില്ല, പക്ഷെ എനിക്കഴിക്കാൻ പറ്റും. രാശിചക്രത്തെ അതിന്റെ കാലത്ത് നിനക്ക് പുറപ്പെടുവിക്കാമോ? ഉത്തരം, നിനക്ക് പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല, പക്ഷെ എനിക്ക് പുറപ്പെടുവിക്കാം. സപ്തർഷികളെയും മക്കളെയും നിനക്ക് നടത്താമോ? ഈ സപ്തർഷി എന്ന് പറയുന്നത് ചോതി നക്ഷത്ര സമൂഹം. സപ്തർഷികളെയും മക്കളെ നിനക്ക് നടത്താമോ? നിനക്ക് പറ്റത്തില്ല, എനിക്ക് പറ്റും. ഓ, ചേർന്നൊരാമേൻ പറ. ഇന്ന് രാത്രി നന്നായിട്ട് കേട്ടോ. നമ്മൾ ദൈവത്തിൽ നിന്ന് ഉത്ഭവമുള്ളവരായപ്പോൾ, നമ്മൾക്കൊരു ദിവ്യ പൈതൃകമുണ്ടായപ്പോൾ, പഴയ ശാപങ്ങളും ബന്ധനങ്ങളും നമ്മളിൽ നിന്ന് പൊളിഞ്ഞു മാറി. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ അതരം തുറന്ന് അഭിഷേകത്തിൽ ആത്മാർത്ഥതയോടെ കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. ദൈവം അതിനെ പൊളിച്ചു കളഞ്ഞു. വീണ്ടും ഞാൻ പറയും, ദൈവം അതിനെ പൊളിച്ചു കളഞ്ഞു. ഓ റഗബ ഹദന ശഗഥന ലാംധൽ ജന ശഗൽ ഖമന ഗഡഗദന. ഞാൻ അതുകൊണ്ട് നിങ്ങളോട് പറയാം, നിങ്ങൾ ചൊവ്വാദോഷത്തെയും നിങ്ങൾ ആയില്യത്തെയും ഒന്നും നിങ്ങൾ പേടിക്കേണ്ട കാര്യമില്ല. കാരണം നമ്മൾ കർത്താവുമായി കണക്റ്റഡ് ആയപ്പോൾ പഴയ ദോഷങ്ങളും പഴയ ശാപങ്ങളും എല്ലാം പൊളിഞ്ഞു മാറി. നമുക്ക് ഇപ്പോൾ ഒരു പുതിയ ലെഗസി ഉണ്ടായിരിക്കുകയാണ്. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ആത്മാവിൽ കർത്താവിനെ ഒന്ന് സ്തുതിച്ചാരാധിച്ചാട്ടെ. ഒരു പുതിയ പ്രകൃതം നമുക്കുണ്ടായി, ഒരു പുതിയ പിന്തുടർച്ച നമുക്കുണ്ടായി. ഓ, ആ ഒരു റെവലേഷൻ അകത്ത് വ്യാപരിക്കുന്നവർ പരിസരം മറന്ന് കർത്താവിനെ ആരാധിച്ചോ. ഞാനൊരു പുതിയ ലെഗസിക്കകത്തായി ഇപ്പൊ നിൽക്കുന്നേ. ജീസസ്. പ്രിയപ്പെട്ടവരെ, ഇന്ന് രാത്രി അറിയണം, കർത്താവിലേക്ക് വരുന്നത് വരെ ഈ സംഭവങ്ങൾ തുടരും കേട്ടോ. കർത്താവിലേക്ക് വരുന്നത് വരെ ഈ സംഭവങ്ങൾ തുടരും. ആമേൻ. ഞാനതിൻ്റെ ഒരു 2-3 ഉദാഹരണങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. മൂവാറ്റുപുഴയിൽ നിന്ന് വന്ന ആരെങ്കിലും ഉണ്ടോ? മൂവാറ്റുപുഴ ഏരിയയിലൂടെ ഇല്ല. കോട്ടയം വഴി മൂവാറ്റുപുഴയ്ക്ക് യാത്ര ചെയ്തവരുണ്ടോ? MC റോഡിൽ ഉണ്ട്. നിങ്ങൾ മൂവാറ്റുപുഴ KSRTC ബസ് സ്റ്റാൻഡിൻ്റെ അവിടെ ചെല്ലുന്നതിന് തൊട്ട് മുമ്പ് റോഡിൻ്റെ റൈറ്റ് സൈഡിൽ ഡെൻകെയർ എന്ന് പറയുന്ന ഒരു സ്ഥാപനമുണ്ട്. ഡെൻകെയർ. ഞാൻ അവരുടെ ജീവിതാനുഭവം പറയാൻ പോകുന്നു. അതൊക്കെ ഞങ്ങളുടെ ചർച്ചിൽ വന്ന് പറഞ്ഞ കാര്യമാണ്, ഞങ്ങളോട് ഡയറക്റ്റ് പറഞ്ഞ കാര്യമാണ്. അദ്ദേഹത്തിൻ്റെ പിതാവ് മാനസിക രോഗിയായിരുന്നു, കടുത്ത മാനസിക രോഗി. ആ പിതാവിൻ്റെ പിതാവ് മാനസിക രോഗിയായിരുന്നു.
ഇനി ഈ പിതാവിൻ്റെ അനുജൻ മാനസിക രോഗി. ഒരു സമയം ഒരു വീടിനകത്ത് 3 മാനസിക രോഗികൾ. ഈ അച്ചായന് മാനസിക രോഗം ഉണ്ടാകുന്നതിന് മുമ്പ് അവർക്ക് 4 മക്കളുണ്ടായി, 4 ആൺമക്കൾ. അത് കഴിഞ്ഞിട്ടാണ് ഇദ്ദേഹത്തിന് മാനസിക രോഗം ഉണ്ടാകുന്നത്. ഈ 3 ചങ്ങലക്കിട്ടിരിക്കുന്നവരെ നോക്കണം, 4 ആൺമക്കളെ നോക്കണം. ഈ അമ്മ കൂലിപ്പണി ചെയ്ത് വേണം ഇത്രയും ആളുകളെ പോറ്റാൻ. കൊടിയ ദാരിദ്ര്യം. എത്ര കൂലിപ്പണി ചെയ്തിട്ടും കുടുംബം പോറ്റാൻ പറ്റുന്നില്ല. ഒടുവിൽ കടുത്ത ദാരിദ്ര്യവും ഈ മാനസിക രോഗം തൻ്റെ മക്കളിലേക്കും കൈമാറ്റം ചെയ്യപ്പെടുമെന്നുള്ള അമ്മയുടെ പേടി. ഒടുവിൽ അമ്മ ആത്മഹത്യക്ക് ശ്രമിച്ചു. അതിൽ അമ്മ പരാജയപ്പെട്ടു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് അമ്മ ഒരു സുവിശേഷ യോഗത്തിൽ പോകുന്നത്. അങ്ങനെ ആ അമ്മ ആ യോഗത്തിൽ വെച്ച് യേശുവിനെ കർത്താവിൻ്റെ രക്ഷിതാവായി സ്വീകരിച്ചു. അവിടെ വെച്ച് അമ്മ ജീവിതം കർത്താവിന് കൊടുത്തു. നിങ്ങൾ കേൾക്കണം, ആ വീടിൻ്റെ ഭ്രാന്തിൻ്റെ കെട്ടിനെ ദൈവം പൊട്ടിച്ചു. ആമേൻ, സ്തോത്രം. ഇനിയും ദാരിദ്ര്യമാണ് വിഷയം. ആ വീട്ടിലെ മൂത്ത മകൻ 8ാമത്തെ ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ടാപ്പിങ്ങിന് പോയ കുടുംബം പൂറ്റിയത്. സ്തോത്രം. ഒടുവിൽ അദ്ദേഹം ഒരു ഡെൻ്റൽ സ്ഥാപനത്തിൽ ജോലിക്ക് ചേർന്നു. ഒടുവിൽ ഈ ഡെൻ്റൽ സംബന്ധമായ ഒരു ചെറിയ ബിസിനസ് തുടങ്ങി. 250 സ്ക്വയർ ഫീറ്റിൽ തുടങ്ങി ബിസിനസ്. പിന്നീട് അത് വളർന്നു. നിങ്ങൾ കേൾക്കണോ, ആ ദേവദാസനോട് പറഞ്ഞത് അവരുടെ ഏറ്റവും വലിയ കൊതി ഒരു ഗ്ലാസ് നല്ല കുത്തരിക്കഞ്ഞി വെള്ളം കുടിക്കണമെന്നുള്ളതായിരുന്നു. കാരണം ചാക്കരിയിട്ട കഞ്ഞി വെക്കുന്നത്, അത് ഇവിടെ വെച്ചാൽ 2 പഞ്ചായത്ത് അപ്പുറത്ത് നാറും. ആ ടൈപ്പ് ചാക്കരി. സ്തോത്രം. ഒരു ഗ്ലാസ് നല്ല കുത്തരിക്കഞ്ഞി വെള്ളം കുടിക്കണം. നിങ്ങൾ കേൾക്കണമോ, യേശു ആ വീട്ടിൽ വന്നപ്പോൾ ആ വീടിൻ്റെ ചങ്ങലയെ യേശു പൊളിച്ചു കളഞ്ഞപ്പോൾ എന്നെ സംഭവിച്ചെന്ന് ഞാൻ പറയാം. ഇന്ന് വീടിനെ കർത്താവ് വാടി മുടി ചേഞ്ച് ചെയ്തു. 1 മാസം ഇന്നവർക്ക് സാലറി കൊടുക്കണമെങ്കിൽ 9 കോടി രൂപ വേണം. 4500 ജോലിക്കാർ, അതിൽ 35 പേര് ഡോക്ടേഴ്സ്. ദൈവം ഒരുത്തനെ മാറ്റിയാൽ അടിമുടി മാറ്റും. ഞാൻ പറഞ്ഞത് ഭ്രാന്തിൻ്റെ ചങ്ങലയെ ദൈവം പൊളിച്ചു. ഇന്നും അവരുടെ പിതാവ് ഉണ്ട്, 84 വയസ്സുണ്ട്. ചില മാസങ്ങൾക്ക് മുമ്പ് കൂടി ഞാൻ ആ വീട്ടിൽ പോയിരുന്നു. ഞാൻ പറഞ്ഞത് ദൈവം ചില ബന്ധനങ്ങളെ തകർക്കും. ഓ, വിശ്വസിക്കുന്നുണ്ടെങ്കിലോ രാമൻ പറഞ്ഞു. നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. വീണ്ടും ഞാൻ പറയാം, നമ്മൾ എവിടെ നിന്നുള്ളവരാ? ഉച്ചത്തിൽ പറയാം, നമ്മൾ എവിടെ നിന്നുള്ളവരാ? ദൈവത്തിൽ നിന്നുള്ളവരാ. അതുകൊണ്ട് ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയട്ടെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരായതുകൊണ്ട് വീട്ടിലെ അകാല മരണങ്ങളെ നിങ്ങൾ ഭയപ്പെടേണ്ടതില്ല. ആണുങ്ങളെല്ലാം 45-ന് മുമ്പ് മരിച്ചു പോകുന്നെന്ന് പേടിക്കണ്ട. നിങ്ങൾ യേശുവിലേക്ക് വന്നപ്പോൾ കർത്താവ് പഴയ ലെഗസിയെ പൊളിച്ചു. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ ഒരാമേൻ പറഞ്ഞു. നിങ്ങളാ മാനസിക രോഗത്തെ പേടിക്കണ്ട, നിങ്ങളാ ക്യാൻസറിനെ പേടിക്കണ്ട, നിങ്ങളാ ഹൃദ്രോഗത്തെ പേടിക്കണ്ട. കാരണം നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. വിശ്വസിക്കുന്നവരുണ്ടെങ്കിൽ കരമൊന്നടിച്ച് കർത്താവിനെ ഒന്ന് ആരാധിച്ചാണ്. നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവർ. ഓ റഗബ ഹദൽ കമനഗഡഗദന ചില മിനിറ്റുകൾ ഒരുമിച്ചൊന്ന് സ്തോത്രം ചെയ്ത് ആരാധിച്ച് വീടിനകത്ത് കിടക്കുന്ന ചിലത് യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി പൊളിഞ്ഞു മാറട്ടെ. ചില ഭയങ്ങൾ ഇന്ന് രാത്രി പൊളിയട്ടെ. ചില ഭയങ്ങൾ പൊളിയട്ടെ. ചില എതിരികൾ പൊളിയട്ടെ. ചില രോഗഭയങ്ങൾ പൊളിഞ്ഞു മാറട്ടെ. ഞാൻ ക്രിസ്തുവിൽ ഒരു പുതിയ സൃഷ്ടിയാണെന്ന് ബോധ്യമുള്ളവർ കരമടിച്ച അഭിഷേകത്തിൽ ഈ രാത്രി കർത്താവിനെ ആരാധിച്ചാട്ടെ. ദൈവശക്തി വ്യാപരിക്കട്ടെ. Amen.
ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ നിങ്ങളോട് പറയാം, നമുക്കും മക്കളുണ്ട്, നമുക്കും മക്കളുണ്ട്. നമ്മളിൽ നിന്ന് നമ്മുടെ മക്കളിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് നന്മയല്ലാതെ മറ്റൊന്നും ആയിരിക്കരുത്. രാധാമ സഗതന, നിങ്ങൾ പ്രാർത്ഥിച്ചോണം, എൻ്റെ തലമുറയിലേക്ക് എന്നിൽ നിന്ന് എന്തെങ്കിലും ഒന്ന് കൈമാറ്റം ചെയ്യുന്നുണ്ടെങ്കിൽ ദൈവം എനിക്ക് തുറന്നു തന്ന അനുഗ്രഹമല്ലാതെ വേറൊന്നും ഉണ്ടാകാൻ പാടില്ല. എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേര് പ്രാർത്ഥിക്കും? കരമെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ച്, കരമെല്ലാം ഒന്ന് ഉയർത്തിപ്പിടിച്ച്, എന്നിട്ടൊന്ന് പ്രാർത്ഥിച്ച്, ഒന്ന് പ്രാർത്ഥിച്ച്, ഒന്ന് പ്രാർത്ഥിച്ച്, പ്രാർത്ഥിച്ച്. കർത്താവേ, ഞാൻ അനുഭവിച്ചതൊന്നും എന്നിൽ നിന്ന് എൻ്റെ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടരുത്. നന്മയല്ലാതെ, എൻ്റെ പ്രാർത്ഥനാ ജീവിതമല്ലാതെ, എൻ്റെ വിശ്വസ്തമായ ആരാധനയല്ലാതെ, എൻ്റെ ദൈവാശ്രയമല്ലാതെ, എന്നിലൂടെ അങ്ങ് ചെയ്യുന്ന ദൈവപ്രവർത്തികളല്ലാതെ ആമേൻ ദോഷമായതൊന്നും എന്നിൽ നിന്ന് എൻ്റെ തലമുറയിലേക്ക് കൈമാറ്റം ചെയ്യപ്പെടരുത്. വാ തുറന്ന് പ്രാർത്ഥിക്കുക. റാംശൽ പ്രബൗഡിയ ഹന്തൽ ജനാംസിയ അർത്ഥമന ഘടകദന രഗദൽ ജനാഥന ലാംദൽ ജനാഥന. യേശുവിന്റെ നാമത്തിൽ ചില റൂട്ടുകളെ ദൈവത്തിന്റെ ആത്മാവ് ബ്രേക്ക് ചെയ്യുന്നു. ഓ, ഇൻബിൽട്ടായി വരേണ്ടുന്ന ചിലതിനെ ദൈവത്തിന്റെ ആത്മാവ് ബ്രേക്ക് ചെയ്യുക. ഞാൻ നിങ്ങളോട് പറയാൻ, ചില ജീനുകളെ ഇന്ന് രാത്രി ദൈവത്തിന്റെ ആത്മാവ് എഡിറ്റ് ചെയ്യും. മെഡിക്കൽ സയൻസ് ജീൻ എഡിറ്റിങ്ങിനെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പറയാം, ദൈവത്തിന് ജീനുകളെ എഡിറ്റ് ചെയ്യാൻ പറ്റും. ഓ, ഈ പ്രാർത്ഥനയുടെ വെളിപ്പാട് നിങ്ങൾ അറിയണം. സ്തോത്രം. ആമേൻ. അപ്പൻ്റെ ഡയബറ്റിക് മോന് വരാമോ? വരാമോ? മെഡിക്കലി വരാമോ? അതാ നമ്മൾ പറയുന്നത്, അതാ നമ്മൾ പറയുന്നത്. അപ്പനുള്ളത് മോന് വരാം. അപ്പൻ്റെ ഹാർട്ടിൻ്റെ പ്രോബ്ലം മോന് വരാം. അതാ നമ്മൾ പറയുന്നത്, കർത്താവേ, എൻ്റെ അപ്പൻ്റെ ആ രോഗമല്ല എനിക്ക് വേണ്ടുന്നത്. ഞാൻ അങ്ങയിൽ നിന്ന് ജനിച്ചതായതുകൊണ്ട് ഒരു പുതിയ ലെഗസി, എനിക്കൊരു പുതിയ ലെഗസി. അതാ ക്രിസ്തുവിൽ വന്നതിൻ്റെ ഉത്സവം. ഇതാ പറയുന്നത്, നമ്മെ ജയോത്സവമായി നടത്തുന്നവൻ. ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ ദൈവത്തിൽ നിന്നുള്ളവർക്ക് ഒരു പുതിയ ലെഗസി ഉണ്ടായിട്ടുണ്ട്. ജീസസ്, ഇതാ പൗലോസ് പറയുന്നത്, ആ വിശ്വാസം ആദ്യം നിന്റെ വലിയമ്മ ലോവീസിലും അമ്മ യുനിക്കയിലും ഉണ്ടായിരുന്നു. ഉണ്ടോ? വലിയമ്മ ലോവീസിൽ നിന്ന് അമ്മ യൂനിക്കയിൽ, അമ്മ യൂനിക്കയിൽ നിന്ന് തിമത്തിയോസേ അത് നിന്നിലും. ഉണ്ടോ? അപ്പൊ നമ്മളിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് ഫെയ്ത്താ. നമ്മുടെ തലമുറകളിലേക്ക് നമ്മളിൽ നിന്ന് കൈമാറ്റം ചെയ്യപ്പെടേണ്ടത് ഫെയ്ത്താ. ഫെയ്ത്ത്. അതാ ഞാൻ പറഞ്ഞു, നമുക്കൊരു ദിവ്യ പൈതൃകം ഉണ്ട്. ദൈവത്തിൽ നിന്നുള്ളവരായപ്പോൾ കിട്ടിയതാ ദിവ്യ പൈതൃകം. ഇനി ബാക്കി കാര്യങ്ങൾ എനിക്ക് വിശദീകരിച്ച് നിൽക്കാൻ നേരെയില്ല. ഞാനത് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് പറയാം. നമുക്ക് ദൈവത്തിൽ നിന്നൊരു പുതിയ ജീവൻ ലഭിച്ചു. നമ്മൾ സത്യത്തിൻ്റെ വെളിച്ചത്തിലാണ് ഇപ്പം നടക്കുന്നത്. നമ്മൾ വചനവിരുദ്ധതയിൽ നിന്ന് വേർപെട്ടവരായി, നമ്മൾ ദൈവശക്തിയാൽ സൂക്ഷിക്കപ്പെടുന്നവരായി,
നമ്മൾ ആത്മാവിനാൽ പ്രകാശിപ്പിക്കപ്പെടുന്നവരായി, നമ്മൾ സത്യവും തെറ്റും തമ്മിൽ തിരിച്ചറിയുവാൻ കഴിവുള്ളവരായി, നമ്മൾ തിരഞ്ഞെടുക്കപ്പെട്ടവരായി, ഇതെല്ലാം ദൈവത്തിൽ നിന്നുള്ളവരായതിൻ്റെ പ്രത്യേകതയാണ്. ആമേൻ. ഇനി ഈ ദൈവത്തിൽ നിന്നുള്ളവർ ഒന്നുകൂടെ പറഞ്ഞേ, അതിൻ്റെ പ്രത്യേകത അടുത്ത ഞാൻ പറയാം. 1 യോഹന്നാൻ 3:9 നോക്കിക്കേ. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ ആരും പാപം ചെയ്യുന്നില്ല. എല്ലാവരും കൂടെ ചേർന്നെന്ന് പറഞ്ഞേ. നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരായപ്പം നമുക്കൊരു ദിവ്യ പൈതൃകം ഉണ്ടായി, നമുക്കൊരു ദിവ്യ ഉത്ഭവം ഉണ്ടായി. ഇതെല്ലാം നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു. ഇനി അതിൻ്റെ അനുഗ്രഹങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചോണേ. ദൈവത്തിൽ നിന്ന് നമ്മൾ ജനിച്ചപ്പോൾ നമുക്ക് പാപം ചെയ്യാൻ കഴിയുന്നില്ല. നോക്കിയേ, ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ, വായിച്ചോ, ഒന്നുകൂടെ വായിച്ചേ, ഒന്നുകൂടെ. കഴിയുകയില്ല. ഒന്നുകൂടെ പറഞ്ഞേ. അത് നമ്മുടെ പാപം ചെയ്യാനുള്ള കഴിവുകേടിനെ അല്ല പറയുന്നത്, അത് വേറൊരു കാര്യമാണ്. ദൈവത്തിൽ നിന്ന് ജനിച്ചവന് പാപം ചെയ്യാൻ കഴിവുകേടുണ്ടായിട്ടില്ല. അവന് പാപം ചെയ്യാൻ പറ്റും. പക്ഷേ ഈ ദൈവവുമായിട്ട് ബന്ധമുള്ള ദൈവത്തിൽ ജനിച്ചവൻ്റെ ഒരു പ്രത്യേകത അവിടെ പറയുന്നുണ്ട്. അവൻ്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ഹലോ, ദൈവത്തിൽ ജനിച്ചവൻ്റെ അകത്ത് എന്നാ ഉണ്ട്? ഉച്ചത്തി പറ. അവിടെ ചോദ്യം, മോനെ കാല് മാറ്റിക്ക്, ഞാൻ കയറി ചവിട്ടി അറിയത്തില്ല. ദൈവത്തിൽ ജനിച്ചവൻ്റെ അകത്ത് എന്നാ ഉണ്ട്? ദൈവത്തിൻ്റെ, അതന്നെ ദൈവത്തിൻ്റെ വിത്ത്. നമ്മൾ വാഴവിത്തെന്ന് കേട്ടിട്ടുണ്ട്, ഇഞ്ചി വിത്തെന്ന് കേട്ടിട്ടുണ്ട്. നീ പാസ്റ്റ് പറഞ്ഞിട്ട് എഴുന്നേറ്റാൽ മതി കേട്ടോ. അവിടെ ഇരുന്ന് മിഠായി മേടിച്ചു തരാം. സ്തോത്രം. ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ്റെ അകത്ത് ദൈവത്തിൻ്റെ വിത്തുണ്ട്. അതെന്നാ ഈ വിത്ത്? വാഴവിത്ത്, ഇഞ്ചി വിത്ത്, ചേമ്പ് വിത്ത് കേട്ടിട്ടില്ലേ? പയറ് വിത്ത്. ഇതന്നെ ഈ വിത്ത്. ഞാൻ ആ വിത്തെന്ന് പറയുന്ന വാക്കിനെ പഠിച്ചു കേട്ടോ. വിത്ത്, ആ വിത്ത് എന്നുള്ളതിന് സ്പേമ എന്ന് പറയുന്ന പദമാണ് ഉപയോഗിച്ചിട്ടുള്ളത്. സ്പേമ. എല്ലാവരും ഒന്ന് പറഞ്ഞു തന്നെ. സ്പേമ. ഈ സ്പേമ എന്ന വാക്കിന്റെ സ്പെല്ലിംഗ് ഞാൻ പറഞ്ഞുതരാം. SPERMA. സ്പേമ. ഈ സ്പേമ എന്ന ഗ്രീക്ക് പദത്തിന്റെ ഒന്നാമത്തെ അർത്ഥം ക്യാരക്ടർ എന്ന, ഡിവൈൻ ക്യാരക്ടർ. അപ്പൊ ദൈവത്തിൽ നിന്ന് ജനിച്ചവന്റെ അകത്ത് ദൈവത്തിന്റെ വിത്ത് വസിക്കുന്നു എന്ന് പറഞ്ഞാൽ ദൈവത്തിൽ നിന്ന് ജനിച്ചവന്റെ അകത്ത് ദൈവത്തിന്റെ ക്യാരക്ടർ ഉണ്ട് കേട്ടോ. ദൈവത്തിന് ജനിച്ചവന്റെ അകത്ത് എന്നാ ഉണ്ട്? ദൈവത്തിന്റെ ക്യാരക്ടർ. ഈ ദൈവത്തിന്റെ വിത്തിന് വേറൊരു ഒരർത്ഥമാണ് വേർഡ് ഓഫ് ഗോഡ്. കാരണം വേർഡ് ഓഫ് ഗോഡിന് വിത്ത് എന്ന് പറയുന്നുണ്ട്. എന്നാൽ ഈ സ്പേമ എന്ന വാക്ക് ലെക്സിക്കൺ എന്ന് പറയുമ്പോൾ ഗ്രീക്ക് ബൈബിൾ ഡിക്ഷണറി ആണ് ലെക്സിക്കൺ. സ്തോത്രം. അപ്പൊ ലെക്സിക്കൺ പറയുന്നത് അത് ഡിവൈൻ ക്യാരക്ടർ എന്ന 3 അർത്ഥങ്ങളാണ് ഉള്ളത്. 1 ഡിവൈൻ ക്യാരക്ടർ, 2 വേർഡ് ഓഫ് ഗോഡ്, 3 ഡിവൈൻ എനർജി. ദൈവത്തിൽ നിന്ന് ജനിച്ചവന്റെ അകത്ത് വിത്തുണ്ടെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ക്യാരക്ടർ കിടക്കുന്നു, ദൈവത്തിന്റെ വചനം കിടക്കുന്നു, ദൈവത്തിന്റെ ശക്തി കിടക്കുന്നു. ഓക്കെ. ഈ ദൈവവചനത്തിനകത്ത് സിന്നുണ്ടോ? പറ. ഇല്ല. അടുത്തത്, ദൈവത്തിന്റെ ക്യാരക്ടറിനകത്ത് സിന്നുണ്ടോ? ഇല്ല. അപ്പൊ നമ്മുടെ അകത്ത് ഇപ്പൊ എന്നാ ഉള്ളേ? ദൈവത്തിന്റെ ക്യാരക്ടർ. ദൈവത്തിന്റെ ക്യാരക്ടർ സിന്നുണ്ടോ? അതുകൊണ്ടാണ് പറയുന്നത് ദൈവത്തിന്റെ വിത്ത് അവനിൽ വസിക്കുന്നു. ദൈവത്തിൽ നിന്ന് ജനിച്ചതിനാൽ അവന് പാപം ചെയ്യാൻ കഴിയുകയില്ല. ഉണ്ടോ? ആ വിത്ത് കിടക്കുന്നത് കൊണ്ടാ, അല്ലാതെ റെജി മസിൽ പിടിക്കുന്നോണ്ടല്ല. അകത്ത് വിത്ത് കിടക്കുക, ക്യാരക്ടർ കിടക്കുക. എനിക്കറിയത്തില്ല നിങ്ങൾ എത്ര പേര് എന്നെ ഫോളോ ചെയ്യുന്നുണ്ട്. പിശാച് ഇത് മറച്ചു പിടിക്കുക. പിശാച് പറയുവാ, എടാ നിനക്ക് അങ്ങനെ ഒന്നും മസിൽ പിടിച്ച് ജീവിക്കാൻ പറ്റത്തില്ല. നോ, മസിൽ പിടിക്കേണ്ട. നമ്മുടെ അകത്തെ ക്യാരക്ടർ കിടപ്പുണ്ട്. നമ്മൾ ഇതൊന്ന് തിരിച്ചറിഞ്ഞാൽ മതി. ദൈവത്തിന്റെ ക്യാരക്ടർ നമ്മളിൽ കിടക്കുന്നത് കൊണ്ട് ആമേൻ, നമുക്ക് പാപം ചെയ്യാൻ കഴിയത്തില്ല.
കാരണം ഈ ക്യാരക്ടറിനകത്ത് പാപമില്ല. ഗ്ലോറി. ഞാൻ അല്പം കൂടെ അതൊന്ന് ക്ലാരിഫൈ ചെയ്തോട്ടെ. ബൈബിളിൽ പാപം ചെയ്യുന്നവനെ പിശാചിന്റെ മകനെന്നാണ് വിളിക്കുന്നത്. പാപം ചെയ്യുന്നവൻ. ഇനി അതെവിടാന്നുള്ളതാ ചിലരുടെ സംശയം. കാരണം നമ്മളങ്ങനെ ഒരു സംഭവം ചിന്തിച്ചിട്ടേ ഇല്ല, കേട്ടിട്ടേ ഇല്ല. 1 യോഹന്നാൻ 3:8 കിടക്കുന്നത്. 1 യോഹന്നാൻ 3:8. പാപം ചെയ്യുന്നവൻ, ഒന്നുകൂടെ പറ. പാപം ചെയ്യുന്നവൻ. അടുത്തത് കേട്ടോ. ആ പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാണെന്ന് പറഞ്ഞാൽ പിശാചിന്റെ ക്യാരക്ടറിനകത്ത് തന്നെ ഉണ്ട്, പാപമുണ്ട്. പക്ഷേ ദൈവത്തിൽ നിന്ന് ജനിച്ചവൻ്റെ അകത്ത് ദൈവത്തിന്റെ ക്യാരക്ടർ കിടപ്പുന്നുണ്ട്. ആ ക്യാരക്ടറിനകത്ത് തന്നെ ഇല്ല, പാവമില്ല. പിടികിട്ടുന്നു? ഈ വാക്യം അങ്ങനെ പറഞ്ഞ പോലെ അതിന് ഇച്ചിരി കൂടെ ക്ലാരിറ്റി വേണം. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനാകുന്നു എന്ന് പറയുമ്പം ഒരു പാപം ചെയ്യുന്നതുകൊണ്ട് ഒരുത്തൻ പിശാചിന്റെ മകനാകുമോ എന്നൊരു ചോദ്യം വരാം. ഇല്ല, അങ്ങനെ വരത്തില്ല. ഒരു പാപം ചെയ്യുന്നതുകൊണ്ട് ഒരുത്തൻ പിശാചിന്റെ മകനാകത്തില്ല. ESV ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ട്? ESV, ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വെർഷൻ. കുട്ടികൾ ആരെങ്കിലും യൂസ് ചെയ്യുന്നുണ്ടോ? ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വെർഷൻ ESV. ആരും ഉപയോഗിക്കുന്നില്ല. അതൊന്നും ഒരു ക്ലാരിറ്റിക്ക് വേണ്ടിയാണ് ഞാൻ വായിക്കാം. Whoever makes a practice of sinning is of the devil. പാപം ചെയ്യുന്നവൻ പിശാചിന്റെ മകനെന്ന് പറയുമ്പോൾ പാപത്തെ പ്രാക്ടീസ് ചെയ്യുന്നവൻ പിശാചിന്റെ മകനെന്ന് ഇംഗ്ലീഷ് സ്റ്റാൻഡേർഡ് വെർഷൻ പറയുന്നത്. സ്തോത്രം. പാപത്തെ എന്തോ ചെയ്യുക? പ്രാക്ടീസ് ചെയ്യുക. ഞാൻ 2-3 പരിഭാഷകൾ ഈ മക്കളുടെ കയ്യിലൊക്കെ ഇംഗ്ലീഷ് ബൈബിളാണല്ലോ ഇരിക്കുന്നത്, അല്ലേ? ഏതാ പരിഭാഷ? ഏതാ? അതേതാ മോളെ? ഓക്കെ. ഞാൻ വേറൊരു ട്രാൻസ്ലേഷൻ എഴുതിയിരിക്കുന്ന പറയും, കണ്ടംപററി ഇംഗ്ലീഷ് വെർഷൻ CEV. അതിനകത്ത് പറയുന്നത് anyone who keeps on sinning belongs to the devil. വേറൊരു പരിഭാഷ ERV, ഇംഗ്ലീഷ് ഈസി റീഡ് വേർഷൻ. അതിനകത്ത് എഴുതിയിട്ടുള്ളത്, ഗുഡ് ന്യൂസ് ബൈബിളിനകത്ത് എഴുതിയിട്ടുള്ളത് whoever continues to sin belongs to the devil. ആരാ വായിച്ചേ? കിട്ടിയോ? Whoever continues to sin. ഇപ്പൊ 3 പദങ്ങൾ നമ്മൾ ഇതുവരെ ചിന്തിച്ചു. 1 keeps on sinning, 2 makes a practice of sinning, 3 continues to sin. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പദം ESV-യിലെ വാക്കാണ് make a practice of sinning. പാപത്തെ പ്രാക്ടീസ് ചെയ്യുക. പാപം പ്രാക്ടീസ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. വെള്ളിയാഴ്ച ചർച്ച വന്നപ്പോൾ വേണ്ട കോശിച്ചായൻ സ്തോത്രം ലോഡ്സപ്പുറം പിടിച്ചോണ്ട് നിൽക്കുക. കോശിയാൻ ഭയങ്കര സ്നേഹമുള്ള ഒരു ദൈവദാസന, അല്ലെ 30 വർഷം ഈ സമയം കൊണ്ട് ഇരിക്കാൻ പറ്റത്തില്ലായിരുന്നില്ല. പക്ഷെ ലോഡ്സപ്പർ വരുമ്പോൾ ഈ സ്നേഹം പുറപ്പെടുവിക്കാൻ പറ്റത്തില്ല. അന്നേരം 1 കൊരിന്ത്യർ 11 അധ്യായം 23 തൊട്ട് വായിച്ചേ പറ്റത്തുള്ളൂ. അതിങ്ങനെ വായിച്ചു വരുമ്പോൾ അയോഗ്യമായ അപ്പം തിന്നുകയും പാനപാത്രം കുടിക്കുകയും ചെയ്യുന്നവനെല്ലാം കർത്താവിൻ്റെ രക്തവും ശരീരവും സംബന്ധിച്ച് കുറ്റക്കാരനാകും. ഇങ്ങനെ അങ്ങോട്ട് പറഞ്ഞു വന്നിട്ട് 30-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ ഒരു വല്ലാത്ത പറച്ചിൽ അച്ഛൻ അങ്ങ് പറയും, ഇത് ഹേതുവായി നിങ്ങളിൽ പലരും ബലഹീനരും രോഗികളുമാകുന്നു. അച്ഛൻ മൈൻഡ് ചെയ്യത്തില്ല. അടുത്ത വാക്ക് പറയുമ്പോൾ ഒരു വെപ്രാളം അങ്ങ് കയറും. അനേകരും അതങ്ങോട്ട് കേൾക്കുകയും നമ്മൾ നെഞ്ചു തിരുമാൻ തുടങ്ങി. കർത്താവെ ക്ഷമിക്കണേ കർത്താവെ, പ്രത്യേകിച്ച് മറ്റേ കാര്യം ക്ഷമിച്ചേക്കണേ കർത്താവെ. നമ്മൾ ഏറ്റു പറഞ്ഞു. അച്ചായനെ അപ്പം കൊണ്ട് ചെന്നു, അപ്പം എല്ലാം എടുത്തു. പിന്നെ ആ അപ്പമൊക്കെ എടുക്കുന്ന ഒരു രീതിയൊക്കെ ഉണ്ട്. ഇന്നലെ ഞാൻ പറഞ്ഞല്ലോ, കൈയൊക്കെ പുറയിലൊക്കെ പിടിച്ച് അപ്പമൊക്കെ വളരെ ഭവ്യതയോടെ എടുക്കുന്നത്. അതെല്ലാം കഴിഞ്ഞു പോയി. ഇവിടുത്തെ മലയാളി റെസ്റ്റോറൻറ്റ് ഏതാ? മഹാറാണി ഏതാ? MRI. MRI ആയിരുന്നു കുറച്ചുകൂടെ നല്ലതാണ്. ഈ MRI പോയി പായസമൊക്കെ കുടിച്ച് സ്തോത്രം, അതോടുകൂടി അടങ്ങ് തീർന്നു. പിന്നെ ശനിയാഴ്ച വന്നേ
ശനിയാഴ്ച വന്നു, വ്യാഴാഴ്ച വരെ പിന്നെയും തുടരുക. അപ്പോൾ എഗെയിൻ ഷഗർ ഓൺ ദി കോക്കനട്ട്. പിന്നെ വെള്ളിയാഴ്ച വരുമ്പോൾ നേടെ കോശിച്ചായൻ പിന്നെ അപ്പം പിടിച്ചോണ്ട് നിൽക്കുക. അപ്പൊ പിന്നെയും വായിക്കുന്നു, ബലഹീനരും രോഗികളുമാകുന്നു അനേകരും. അപ്പോഴത്തേന് കർത്താവേ ക്ഷമിക്കണേ, കർത്താവേ ക്ഷമിക്കണേ, കർത്താവേ. അപ്പം മേടിച്ചോണ്ട് വീട്ടിൽ പോയി, MRI പോയി ഭക്ഷണമെല്ലാം കഴിച്ചു. പിന്നെയും വീട്ടിൽ പോയി. പിന്നെയും നേട്ട ശനിയാഴ്ച വന്നു. പിന്നെയും നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങി. വെള്ളിയാഴ്ച വന്നപ്പോൾ പിന്നെയും കോശിച്ചായൻ അപ്പം പിടിച്ചോണ്ടിരിക്കുക. ഇതാണ് പാപത്തെ പ്രാക്ടീസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ. മനസ്സിലാക്കുന്നുണ്ട്? ഇതാണ് പാപം പ്രാക്ടീസ് ചെയ്യുന്നത്. വെള്ളിയാഴ്ച ചർച്ച വരും. ചാകുമെന്ന് പറയുമ്പോൾ നമ്മൾ ക്ഷമ ചോദിക്കും. സ്തോത്രം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ചിലരൊക്കെ ക്ഷമ ചോദിക്കണമെങ്കിൽ ഒന്നീ നല്ല പ്രവാചകൻ വരണം, അല്ലെ നല്ല ഭൂതം ഇളകണം. രണ്ടും പേടിയാ. ഈ ഭൂതത്തെ ഭൂതമെന്ന് വിളിക്കുന്നത് ഭൂതത്തിന് വെളിയില്ലാത്തതുകൊണ്ടാണ്. കാരണം എന്താ പറയുന്നതെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ. പിന്നെ മാത്രമല്ല, നമ്മുടെ ഇടയിൽ പറഞ്ഞു പഠിപ്പിച്ചിട്ടുണ്ട്, പ്രാർത്ഥിക്കാതൊക്കെ ഇരുന്ന പോരാട്ടം അടിക്കും കേട്ടോ. അപ്പം നമ്മൾ അപ്പം ഏറ്റു പറയും, അല്ലെ നല്ല പ്രവാചകൻ പറഞ്ഞു. കാരണം വല്ലതൊക്കെ വിളിച്ചു പറഞ്ഞാൽ നമുക്കറിയത്തില്ല. അപ്പം അതുകൊണ്ട് ക്ഷമിക്കണേ എന്നൊക്കെ പറയും. ഇത് പാപം പ്രാക്ടീസ് ചെയ്യുക. അതെവിടെ വായിക്കുന്നത്? whoever makes a practice of sinning is of the devil. പാപം പ്രാക്ടീസ് ചെയ്യുന്നവൻ. ക്ലീൻ ഷേവ് ചെയ്തിട്ട് ഒരു കാര്യമില്ല പാപം പ്രാക്ടീസ് ചെയ്തുകൊണ്ട് കേട്ടോ. പാപം പ്രാക്ടീസ് ചെയ്യുന്നവൻ വെള്ളം ഇട്ടിട്ട് ഒരു കാര്യമില്ല. മീശ വളരാനേ സമ്മതിക്കത്തില്ല. അപ്പോഴേ നമ്മൾ ആ വിശുദ്ധിയുടെ പൂർണ്ണതയിലേക്ക് വരും. സ്തോത്രം. ഹല്ലേലൂയ. 85,000 രൂപയുടെ സാരി ഉടുക്കുന്നതിന് കുഴപ്പമില്ല. 1,500 രൂപയുടെ റിങ് നമ്മൾ ഇടത്തില്ല. അപ്പോഴാ വിശുദ്ധി നല്ലത്. പക്ഷെ പാപം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടോ? നിങ്ങൾ ആഭരണ വർജനം നടത്തി, നിങ്ങൾ മീശ വർജനം നടത്തി, നിങ്ങൾ നിറത്തിന്റെ വർജന നടത്തി, വെള്ളയായിടുന്നത്. പക്ഷെ പാപം പ്രാക്ടീസ് ചെയ്യുന്നുണ്ടെങ്കിൽ ബൈബിൾ വിളിക്കുന്ന പേര്, സ്തോത്രം, പിശാചിന്റെ വകയെന്നാണ്. ഞാൻ നിങ്ങളോട് പറയും, റജി എന്ന ഞാൻ ഈ കീറിക്കെട്ടി പ്രസംഗിച്ചിട്ട് പാപം പ്രാക്ടീസ് ചെയ്യുന്നവനാണെങ്കിൽ പിശാചിന്റെ ആളായിട്ട് നിന്ന് പ്രസംഗിക്കുന്നത്. സ്തോത്രം. മോനെ നീ പിണങ്ങല്ലേടാ. ഞാൻ പിന്നെ ഉദാഹരണം പറയാം കേട്ടോ. സ്തോത്രം. നല്ല പാട്ടാ. പക്ഷെ പാപം പ്രാക്ടീസ് ചെയ്തിട്ടാണെങ്കിൽ പാടിയ പാട്ട് പിശാചിന്റെ ആളായി നിന്നിട്ടാ. നല്ല പാട്ടല്ലായിരുന്നു? ഇഷ്ടപ്പെട്ടില്ലേ? എനിക്ക് രണ്ടാമത് പാടിയ പാട്ട് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഞാൻ ആദ്യമായിട്ട് കേൾക്കുക. പാപം പ്രാക്ടീസ് ചെയ്തിട്ടാണെങ്കിൽ. ഹലോ. അപ്പോൾ ആരെങ്കിലും ചോദിക്കാം, പാസ്റ്ററെ പാപമേ ചെയ്യാൻ പാടില്ലെന്നാണോ പാസ്റ്റർ പറയുന്നത്? പാപം ചെയ്യാം, പക്ഷേ മനഃപൂർവമായിട്ടാകരുത്. ഈ പോഡിയം താഴെ പോവോ? ഇതിനെ താഴെ കളയാം. നിങ്ങൾ മിണ്ടുന്നില്ല. ഇത് സ്വാഭാവികമായും പോകത്തില്ല. പക്ഷെ ഇതിനെ താഴെ കളയാം. എങ്ങനെയാണെന്നറിയോ? ഞാൻ ഇച്ചിരി ബലം കൊടുക്കണം. ഇതിനെ തള്ളിപ്പിടിച്ചാൽ ഇതുപോലെയാ. നമുക്ക് ഒരു സിന്ന് സംഭവിക്കാം, പക്ഷെ മനഃപൂർവമായിട്ടാണെങ്കിൽ നിനക്ക് അതിനകത്ത് ഓപ്ഷനും ഇല്ല. സ്തോത്രം. സ്തോത്രം. കുടിക്കാൻ വെച്ചിരിക്കുന്ന ബോട്ടില് ഇത് താഴെ ഇട്ടാൽ പൊട്ടത്തില്ല. ഇതൊരു ഗ്ലാസ് ആണെന്ന് കരുതിക്കുക. ഇതൊരു ഗ്ലാസ് ആണ്. ഗ്ലാസ് പൊട്ടുവോ? നിങ്ങളെ ഒത്തിരി നാളായി ഒരു ഗ്ലാസ് പൊട്ടിച്ചിട്ട്, എന്നാൽ ഇന്നൊരു ഗ്ലാസ് പൊട്ടിച്ചിട്ടേ ഉള്ളൂ. അങ്ങനെ പൊട്ടിച്ച ആരെങ്കിലും ഉണ്ടോ? ഇന്ന് ഗ്ലാസ് പൊട്ടിയോ? ഏതെങ്കിലും വീട്ടിൽ ഇന്ന് എവിടെയെങ്കിലും വീട്ടിൽ ഗ്ലാസോ കപ്പോ വല്ലതും പൊട്ടിയോ? ചിലരുടെ നോട്ടം കണ്ടിട്ട് ചെന്നിട്ട് പൊട്ടിക്കാം. ഞാൻ പറഞ്ഞത്, ഗ്ലാസ് പൊട്ടും പ്രിയരെ, ഗ്ലാസ് പൊട്ടും. പക്ഷെ നമ്മളാരും ഇന്ന് പൊട്ടിച്ചിട്ടേ ഉള്ളൂ എന്ന് പറഞ്ഞ് പൊട്ടിക്കാറില്ല. പൊട്ടിക്കുമോ? ഇല്ല. പക്ഷെ പൊട്ടാം. താഴെപ്പാം. ഈ സാധനം പൊട്ടും താഴെ പോയാൽ.
ഇതുപോലെയാ, മനഃപൂർവമല്ലാതൊരു കാര്യം സംഭവിച്ചു പോയി, വിഷമിക്കണ്ട. We have an advocate with the Father. സ്വോത്രം. നാളെ കൂടെ യോഗ ഉണ്ട്, നാളെ വരണം കേട്ടോ. നാളെ 6 മണിക്കാണ് തുടങ്ങുന്നത്, നേരത്തെ വരണേ. സ്വോത്രം. We have an advocate with the Father. 1 യോഹന്നാൻ 2:1 ഞാനീ പറയുന്നത്. നമുക്കൊരു പാപം സംഭവിച്ചേക്കാം. നോക്കിക്കേ. ഹല്ലേലൂയ. We have an advocate with the Father, Jesus Christ the righteous. പാപം ചെയ്യാതിരിപ്പാനാണ് പറയുന്നത്. ഒരുത്തൻ ചെയ്തു എങ്കിലോ ഞാനത് മനഃപൂർവമല്ലാതെ ചെയ്തുവെങ്കിലോ എന്ന് വായിക്കും. അതിന്റെ കാരണം മനഃപൂർവം എന്ന വാക്ക് വേറെ എഴുതിയിട്ടുള്ളത് കൊണ്ടാണ്. പെട്ടെന്ന് കാണിക്കണം മോനെ. ഹീബ്രു 10:26, എബ്രായർ 10:26. സത്യത്തിന്റെ പരിജ്ഞാനം ലഭിച്ച ശേഷം മനഃപൂർവം പാപം ചെയ്താൽ, നിങ്ങൾ അവിടെ ഒരു വാക്ക് ശ്രദ്ധിച്ചോണം. ഈ വാക്ക് കണ്ടോ? എന്നാ? വിൽഫുള്ളി. എല്ലാവരും കൂടെ ചേർന്നെന്ന് പറഞ്ഞു. എന്നാ? അപ്പോ തീരുമാനിച്ചുറച്ച് പാപം ചെയ്താൽ, ഹലോ, പാപമാണെന്നറിയാമായിട്ടും ഒരു ഉളുപ്പുമില്ലാതെ പാപം ചെയ്യുന്നവൻ തീരുമാനിച്ചുറച്ചാണ് പാപം ചെയ്യുന്നത്. അങ്ങനെയുള്ളവനോട് പറയുകയാണ്, നിനക്കിനി ഒരു യാഗമില്ല, കാരണം നീ തീരുമാനിച്ചുറച്ച പാപം ചെയ്യുന്നത്. ഹല്ലേലൂയ. എന്നാൽ ഒരു പാപം സംഭവിക്കുക, വിൽഫുള്ളി അല്ല, അൺനോയിങ്ലി ഒരു പാപം സംഭവിച്ചാൽ യോഹന്നാൻ പറയുന്നു, ടെൻഷൻ വേണ്ട, we have an advocate with the Father. ചേർന്നോ രാമേ പറ. ഇന്ന് രാത്രി ഒരു പുതുക്കം സംഭവിക്കണം. ഇന്ന് രാത്രി ഒരു മടങ്ങി വരവുണ്ടാകണം. ഇന്ന് രാത്രി തിരിഞ്ഞു വരണം കേട്ടോ. ഇന്ന് രാത്രി തിരിഞ്ഞു വരണം. ചിലതൊക്കെ കർത്താവിന്റെ സന്നിധിയിൽ അങ്ങ് ഏറ്റു പറയണം. ഇന്നലെ പറഞ്ഞതുപോലെ നമ്മളെ ഓമിറ്റ് ചെയ്ത് കളയുന്നതിന് മുൻപ് ഈ രാത്രി ചിലതൊക്കെ ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടണം. നമ്മൾ ദൈവസന്നിധിയിൽ സറണ്ടർ ആകണം. എന്നോടൊപ്പം ഉണ്ടെങ്കിൽ ശബ്ദം ഉയർത്തി അഭിഷേകത്തിൽ കർത്താവിനെ ഒന്ന് ആരാധിച്ചോട്ടെ. എന്റെ പ്രിയരെ, നമ്മൾ രക്ഷിക്കപ്പെട്ടത് പാപം പ്രാക്ടീസ് ചെയ്യാനല്ല. നമ്മൾ രക്ഷിക്കപ്പെട്ടത് ഒരു വിശുദ്ധ വർഗമാകാൻ വേണ്ടിയാണ്. നിങ്ങളോ അന്ധകാരത്തിൽ നിന്ന് അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട വിശുദ്ധ വംശം. ഒന്നോടൊന്ന് പറഞ്ഞു. എന്നാ? നമ്മൾ ആരാ? വിശുദ്ധ വംശം. ഞാൻ നിങ്ങളോട് പറയാം, സഭയെ കർത്താവ് നോക്കുന്നത് പെർഫെക്റ്റ് ബ്രൈഡായിട്ടാ. സഭ ആരാണ്? പെർഫെക്റ്റ് ബ്രൈഡ്. എല്ലാവരും കൂടെ പറഞ്ഞേ, സഭ ആരാണ്? കർത്താവിന് ആൾക്കൂട്ടത്തെ അല്ല വേണ്ടുന്നത്, കർത്താവിന് പെർഫെക്റ്റ് ബ്രൈഡിനെയാണ് വേണ്ടുന്നത്. ഇതാ നമ്മൾ വായിക്കുന്നത്, ഞാൻ ക്രിസ്തു എന്ന ഏകപുരുഷന് നിർമ്മലകന്യകയായി ഏൽപ്പിപ്പാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കെ. എങ്ങനെയാ വിവാഹ നിശ്ചയം ചെയ്തേ? നിർമ്മലകന്യക. എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞു, എങ്ങനെയാ? നിർമ്മലകന്യകയായി. ഒന്നിച്ചൊന്ന് പറ, എങ്ങനെയാ? നിർമ്മലകന്യകയായി. ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷനെ നിർമ്മലകന്യകയായി ഏൽപ്പിപ്പാൻ നിങ്ങളെ വിവാഹ നിശ്ചയം ചെയ്തിരിക്കെ. സർപ്പം ഹവ്വയെ ഉപായത്താൽ ചതിച്ചതുപോലെ കർത്താവിന് വേണ്ടുന്ന നിർമ്മലകന്യക. ആ നിർമ്മലകന്യക എന്ന് പറയുന്ന പദമുണ്ടല്ലോ, പല പരിഭാഷകളിൽ പല വാക്കുകളായിട്ട് ഉപയോഗിച്ചത്. പെർഫെക്റ്റ് ബ്രൈഡ് എന്ന് പറയുന്നുണ്ട്, പ്യുവർ ബ്രൈഡ്. പ്യുവർ ബ്രൈഡ് എന്നൊക്കെ പറഞ്ഞാൽ മനസ്സിലാക്കാൻ ഊളയുള്ളവർ എവിടെ ഇരിക്കുന്ന എല്ലാവരും. പെർഫെക്റ്റ് ബ്രൈഡ് എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? ഞാൻ ഇന്നലെ ഈ പെർഗമോസിനെ കുറിച്ച് പറഞ്ഞല്ലോ. അതിൽ ഈ പറയാത്ത ഒരു കാര്യം, ഈ പെർഗമോസ് എന്ന വാക്കിൻ്റെ അർത്ഥം സ്വൈരിണി എന്ന്. കർത്താവിനെ അനുധാവനം ചെയ്തിട്ട് മറ്റു പലതിൻ്റെ പുറകെ പോയി. സ്വൈരിണി ഇതുപോലെയാ. യേശുവിനെ അനുസരിക്കാൻ ഇറങ്ങി തിരിച്ചിട്ട് മറ്റു പലരുടെയും പുറകെ പോവുക.
അങ്ങനെ പോകാത്തവളാണ് പെർഫെക്റ്റ് ബ്രൈഡ്. ശരിക്കും ഹാഗ്നോസ് എന്ന് പറയുന്ന പദമാണ് അതിന് ഉപയോഗിച്ചിട്ടുള്ളത്. ഹാഗ്നോസ് എന്ന് പറഞ്ഞാൽ സങ്കരമല്ലാത്ത, കലർപ്പില്ലാത്ത, ഇടകലരാത്ത എന്നൊക്കെയാ. കർത്താവിന്റെ വരവിൽ എടുക്കപ്പെടാൻ പോകുന്നത് ഹാഗ്നോസാ. കലർപ്പുള്ള ഒന്നിനെയും കർത്താവ് കൊണ്ടുപോകത്തില്ല. കലർപ്പുള്ള ഒന്നിനെയും കർത്താവ് കൊണ്ടുപോകത്തില്ല. കലർപ്പുള്ള ഒന്നിനെയും കർത്താവ് കൊണ്ടുപോകത്തില്ല. കർത്താവിന് വേണ്ടുന്നത് പെർഫെക്റ്റ് ബ്രൈഡാ. ഉള്ളത് പറഞ്ഞാൽ ഈ മണവാട്ടി, മണവാളൻ, കാന്തൻ, കാന്ത, ഈ സംഭവങ്ങളൊക്കെ കൂടുതൽ കേൾക്കണേ TPM ചെല്ലണം. നമ്മുടെ ഇടയിൽ വന്നാൽ ഈ പോരാട്ടം, പച്ചലയിൽ പച്ചപ്പുഴ പറ്റിപ്പിടിച്ചിരിക്കുന്നത് പോലെ ഇതൊക്കെ നമുക്കിഷ്ടം. സ്തോത്രം. ഈ മണവാട്ടി, കാന്ത എന്നൊക്കെ കേൾക്കണമെങ്കിൽ അവിടെ ചെല്ലണം. കാത്തു കാത്തു നിൽക്കുന്നേ ഞാൻ യേശുവേ നിൻ നാളിന നിൻ വരവിൻ ആനന്ദമെന്താനന്ദം ലക്ഷ്യമെല്ലാം കാണുന്നേ മൽപ്രിയമാണാളനെ എന്നുമേഘേ വന്നിടുമോ പൊന്മുഖം ഞാൻ. കാന്ത, കാന്ത കർത്താവിന് വേണ്ടുന്നത് കാന്തയാ, നിർമ്മല കന്യകയെ. ഉടുപ്പ് മലിനമാകാത്ത കുറെ പേര് എനിക്ക് സർദീസിലുണ്ടെന്ന് പറയുന്നില്ലേ, അങ്ങനെയുള്ളവരെയാ കർത്താവിന് വേണ്ടുന്നത്. നമ്മൾ കർത്താവിന്റെ വരവിനെ കുറിച്ച് പാട്ട് കേട്ടല്ലോ. ആരാ എടുക്കപ്പെടുന്ന? ഉടുപ്പ് മലിനമാകാത്തവർ. ഹല്ലേലൂയ. എന്റെ സ്നേഹിതനാ ജോസ് പാസ്റ്റർ, നല്ല ഷർട്ടാണ്. പക്ഷെ അദ്ദേഹത്തിന്റെ ഷർട്ടിന്റെ നേരെ ഫ്രണ്ട് ഭാഗത്ത് ഒരു നല്ല സ്പോട്ട് ഉണ്ടെങ്കിൽ പാസ്റ്റർ ആ ഷർട്ട് ഇട്ടുകൊണ്ട് ഇവിടെ വരത്തില്ല. ഇതുപോലെയാണ് സഭ, ഇതുപോലെയാ സഭ. നമുക്ക് സ്പോട്ട് ഉണ്ടാകാൻ പാടില്ല, മാലിന്യം പറ്റാൻ പാടില്ല. മാലിന്യം പറ്റുന്നതൊന്നും നിർമ്മല കന്യകയല്ല. മാലിന്യം പറ്റാതെ ജീവിതത്തെ സൂക്ഷിക്കുന്നതാണ് നിർമ്മല കന്യക. ഇന്ന് രാത്രി എത്ര പേര് ആഗ്രഹിക്കുന്നുണ്ട്, കർത്താവ് എനിക്ക് നിർമ്മല കന്യകയായി ജീവിക്കണം? അങ്ങനെ പറയാൻ പറ്റുന്നവർ അഭിഷേകത്തിൽ ഒന്ന് പ്രാർത്ഥിച്ച് ഒരു 30 സെക്കൻഡ് കരമൊന്ന് ഉയർത്തിപ്പിടിച്ച് എല്ലാവരും ചേർന്നൊന്ന് പ്രാർത്ഥിച്ച്, കർത്താവ് എന്നെ എന്റെ തലമുറയെ നിർമ്മല കന്യകയാക്കി നിർത്തണം. ഓ ഒന്ന് പ്രാർത്ഥിച്ച്. ഉടുപ്പ് മലിനമാകാത്തവരായി, കലർപ്പില്ലാത്തവരായി, കർത്താവിന് വേണ്ടി നിൽക്കുന്നവരായി ഞാനും എൻ്റെ കുടുംബവും ഞാനും എൻ്റെ തലമുറയും നിൽക്കണം. എത്ര പേര് പ്രാർത്ഥിക്കും? അങ്ങനെ പ്രാർത്ഥിക്കുവാൻ കഴിയുന്നവർ അഭിഷേകത്തിൽ, ആത്മശക്തിയിൽ, ദൈവകൃപയിൽ നിറഞ്ഞ് ഒരുമിച്ചൊന്ന് പ്രാർത്ഥിച്ച് ഈ രാത്രി അങ്ങനെ ഒരു കൂട്ടം ഇന്ന് രാത്രി പുറത്തു വരട്ടെ. ഇന്ന് രാത്രി ഞാൻ നിങ്ങളോട് ആത്മാവിൽ പറയാ, കോശിപ്പാസും സഭയും ഒരു യോഗം വെച്ചപ്പോ 3 പ്രസംഗം പ്രസംഗിച്ചിട്ട് പോകാൻ വന്നതല്ല. ഇന്ന് രാത്രി ഞാൻ ദൈവം ഏൽപ്പിച്ച ഒരു നിയോഗത്തിന്റെ ദൈവശബ്ദം പറയാന് ഇന്ന് രാത്രി ചിലരെ തിരിച്ചു പിടിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു. കരമടിച്ചൊന്ന് ആരാധിക്കാൻ പറ്റുമെങ്കിൽ ഇന്ന് രാത്രി കരമടിച്ച് ആത്മശക്തിയിൽ ഒന്ന് ആരാധിച്ചോ. കർത്താവിന് ഒരു നിർമ്മല കന്യകയെ വേണം. കർത്താവിന് ഒരു പെർഫെക്റ്റ് ബ്രൈഡിനെ വേണം. കർത്താവിന് ഒരു നിർമ്മല കന്യകയെ വേണം. കലർപ്പില്ലാത്ത, ഓ കലർപ്പില്ലാത്ത ഒരു കൂട്ടത്തെ വേണം. ശാന്തൽ ജനാദന ആമേൻ, ആമേൻ, ആമേൻ. നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞേ, നമ്മുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞേ. നമ്മൾ എവിടെ നിന്നുള്ളവരാ? ഉച്ചത്തിൽ പറ, നമ്മൾ എവിടെ നിന്നുള്ളവരാ? ദൈവത്തിൽ നിന്നുള്ളവർ. ആമേൻ. ഞാൻ നിർത്തുന്നതിന് തൊട്ട് മുമ്പ് ഒരു വാക്കുകൂടെ അവിടെ പറയണം. കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവർ ആകുന്നു. അടുത്ത വാക്ക്, അവരെ ജയിച്ചു വിരിക്കുന്നു.
ദൈവത്തിൽ നിന്നുള്ളവരുടെ പ്രത്യേകത എന്നാണെന്നറിയോ? ജയിക്കുന്നവര്. എല്ലാരും കൂടെ ചേർന്നൊന്ന് പറഞ്ഞേ, ദൈവത്തിൽ നിന്നുള്ളവരെല്ലാം എന്ത് ചെയ്യുന്നവരാ? ജയിക്കുന്നവരാ. And have overcome them. നമ്മൾ ഓവർകം ചെയ്യുന്നവരാണ്. ഓ, ഓവർകം. നിക്കാവോ ഈ വസ്ത്രത്തില് ഈ ജസ്റ്റ് ഓവർകം അല്ല. പണ്ടത്തെ 210 ഉണ്ടായിരുന്നേലും മതിയായിരുന്നു. ചിലക്ക് മനസ്സിലായി ഇപ്പൊ എന്തോ ചെയ്യാൻ. 210 മതിയായിരുന്നു പണ്ട്. സ്വോത്രം. 210 ഇവിടെ ഇരിപ്പുണ്ട്. ഞാൻ പറഞ്ഞത് അതും ജയവാ. പക്ഷേ കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തിൽ നിന്നുള്ളവരാകുന്നു, അവരെ ജയിച്ചുമിരിക്കുന്നു എന്ന് പറയുന്നത് 210 അല്ല. സ്തോത്രം. അത് റോമലേഖനം 8:37 കണക്ട് ചെയ്യണം. ഇതിലൊക്കെ ഇന്ന് പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. എന്നാ ജയമാ? പൂർണ്ണ ജയം. മലയാളത്തിലെ പരിഭാഷ പോരാ. നിങ്ങൾ ആ ഇംഗ്ലീഷ് ബൈബിൾ നോക്കിക്കേ. We are more than conquerors. എല്ലാവരും കൂടെ ചേർന്ന് പറഞ്ഞേ, we are. അതൊന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തേ. We are more than conquerors. ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തേ. നമ്മൾ ജയിക്കുന്നേക്കാൾ കൂടുതലാ. അതാ വാക്ക്. പാസ്മാർക്കല്ല, 210 അല്ല, പിന്നെ ജയിക്കുന്നവരെക്കാൾ പരമാവധിയാ. ലോകത്തെ ജയിക്കുന്നതിൽ നമ്മൾ മാക്സിമമാ. എന്നോടൊപ്പം ഉണ്ടെങ്കിലോ രാമേ പറ. നമ്മൾ ചുമ്മാ തട്ടിമുട്ടിയും ജയിക്കുകയല്ല കേട്ടോ. ജയിക്കുകയാണെങ്കിൽ പരമാവധി ജയിക്കുക. അങ്ങനെ കൊതിക്കുന്ന എത്ര പേരുണ്ട്? വാ തുറന്നൊന്ന് പ്രാർത്ഥിരെ, എനിക്ക് പരമാവധി ജയിക്കണം. മോർ ദാൻ കോൺഗ്രസ്. ഹൂപ്പർ നിക്കാവോ, അതാ പദം. ഹൂപ്പർ നിക്കാവോ. സ്തോത്രം. We are more than conquerors. Jesus. ഹൂപ്പർ നിക്കാവോ. യോഹന്നാന്റെ ലേഖനത്തിൽ നിക്കാവോ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. പക്ഷേ ഹൂപ്പർ നിക്കാവോ. We are more than conquerors. ജീസസ്. കീഴടക്കുക. കാരണം നമ്മൾ ദൈവത്തിൽ നിന്നുള്ളവരാണ്. ഞാൻ ആ കീഴടക്കേണ്ട മേഖലകളെ പറയാമേ. 1, പിശാചിനെ കീഴടക്കണം. 2, ലോകം. 3, ജഡം. 4, ദുരുപദേശം. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ കിടക്കുക. അതിൽ ഈ ലോകം മാത്രം ഞാനൊന്ന് പറയാം. എല്ലാവരും കൂടെ പറഞ്ഞു ലോകം. ഉച്ചത്തിൽ പറ. ലോകം. ഈ ലോകം എന്ന് പറഞ്ഞാൽ കോസ്മോസ് എന്ന വാക്ക ഉപയോഗിച്ചിട്ടില്ല. കോസ്മോസ് എന്ന് പറയുമ്പോൾ യൂണിവേഴ്സ് എന്ന ആശയം. അതിന് യൂണിവേഴ്സ് എന്ന് മാത്രമല്ല, ക്രമീകരിക്കപ്പെട്ടത്, അലങ്കരിക്കപ്പെട്ടത്, ക്രമപ്പെടുത്തപ്പെട്ടത് എന്നൊക്കെ അർത്ഥമുണ്ട്. പക്ഷെ ബൈബിൾ ലോകം എന്ന് പറയുമ്പോൾ അതല്ല. ബൈബിൾ ലോകം എന്ന് പറയുമ്പോൾ അൺഗോഡ്ലി ആയിട്ടുള്ളതിനെയാണ് വിളിക്കുന്നത്. അൺഗോഡ്ലി. അതുകൊണ്ടാണ് പറയുന്നത് വ്യഭിചാരണികളായുള്ളവരെ, യാക്കോബ് 4:4, വ്യഭിചാരണികളായുള്ളവരെ. ലോക സ്നേഹം ദൈവത്തോട് അത് യൂണിവേഴ്സ് എന്ന ആശയമല്ല, അൺഗോഡ്ലിയാ. അൺഗോഡ്ലി. അത് ഞാൻ ഒന്നുകൂടെ പറയുന്നത്, ബൈബിള് പെർമിറ്റ് ചെയ്തതിനപ്പുറത്ത്, ബൈബിൾ ചെയ്യാൻ അനുവദിച്ചതിനപ്പുറത്ത് നമ്മൾ എന്തെങ്കിലും ഒന്ന് ചെയ്യാൻ ഭ്രമം കാണിക്കുന്നുണ്ടെങ്കിൽ അതാണ് അൺഗോഡ്ലി. അങ്ങനെയുള്ള ലസ്റ്റുകളാണ് ലോകമെന്ന് പറയുന്നത്. ജീസസ്. ലോകത്തെ ജയിക്കണം. എല്ലാവരും കൂടെ പറഞ്ഞു. എന്നാ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ ഇതാണ് പറഞ്ഞത് മൊത്തം. അവരുടെ പാട്ടുകളിലെല്ലാം ഉണ്ടായിരുന്ന ലോകത്തെ ജയിക്കുന്ന കാര്യമാണ്. അവർ പറഞ്ഞത് മുഴുവൻ. പക്ഷെ നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ നമുക്കിതൊന്നും വിഷയമല്ല. നമുക്ക് കമ്മിറ്റി, നമുക്ക് മിനിറ്റ്സ്, നമുക്ക് ജനറൽ ബോഡി, നമുക്കിങ്ങനെയൊക്കെ കുറേ കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്തൊക്കെ എൻജോയ് ചെയ്യുന്നത്. ജി മേജർ. സ്വോത്രം. ഞാൻ കൈ കാണിച്ചപ്പോൾ അവരോട് ഇരിക്കാനാണ്. ആമേൻ. ജയിക്കണം. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞേ, ലോകത്തെ ജയിക്കണം. ലോകം വേണ്ട എനിക്കൊന്നും വേണ്ട, എൻ്റെ താതൻ്റെ സന്നിധം
ചേർന്നാൽ മതി. ഒന്നുകൂടെ പഠിക്കേ. ലോകം വേണ്ട എനിക്കൊന്നും, ഒന്നുകൂടെ പറഞ്ഞേ. ലോകം വേണ്ട എനിക്കൊന്നും, ഇതവര് പറഞ്ഞ ലോകം വേണ്ട, ഇതവര് പറഞ്ഞ ലോകം വേണ്ട. ലോകത്തിൻ ബാലത കോമളത്വം, വസ്തുവകകൾ പൊന്നാണയങ്ങൾ, സ്ഥാനങ്ങൾ മാനങ്ങൾ നശ്വരമാ മേലുള്ള യെരൂശലേം. ഓ യാത്ര ചെയ്യും ഞാൻ ക്രൂശെ നോക്കി, യുദ്ധം ചെയ്യും ഞാൻ യേശുവിനാ ജീവൻ. ഓ രക്ഷകനാ അന്ത്യ. നിങ്ങൾക്കറിയാമോ, റാന്നി കരിയമ്പ്ലാവുകാരൻ ഒരു ദൈവദാസൻ ഉണ്ടായിരുന്നു, പാസ്റ്റർ CS മാത്യു. അദ്ദേഹത്തിന് 11 മക്കൾ ഉണ്ടായിരുന്നു. 11 മക്കൾ. 11 മക്കളിൽ 8 മക്കൾ മരിച്ചുപോയി കേട്ടോ. 8 മക്കൾ മരിച്ചുപോയി. 8 മക്കളെ സ്വന്തം കണ്ണ് തിരുമി അടയ്ക്കേണ്ട 8 മക്കളെ അടക്കേണ്ടി വന്ന ഒരപ്പനെ നിങ്ങൾക്കൊന്ന് ചിന്തിക്കാൻ പറ്റൂ. ഇവിടെ 3 മാസം വയറ്റിൽ കൊണ്ട നടന്നിട്ട് മിസ്കാരി ചെയ്തപ്പോ സ്തോത്രം ഉണ്ടായ ഡിപ്രഷൻ ഇതുവരെ മാറിയിട്ടില്ല പലരുടെ. അപ്പോഴ 8 മക്കളെ അടക്കേണ്ടി വന്ന ഒരപ്പൻ. ആലോചിക്കും, ക്രിസ്തീയ പാരമ്പര്യം എന്ന് പറയുന്ന അപ്പൻ മരിക്കും, മക്കൾ അടക്കും. പക്ഷെ ഇവിടെ അപ്പൻ ഇരിക്കെ 8 മക്കളെ അപ്പൻ അടക്കി. ഈ ദൈവദാസൻ ഇതെല്ലാം കഴിഞ്ഞിട്ട് പ്രാർത്ഥനാ മുറിയിൽ കയറിയിരിക്കുമ്പോ അദ്ദേഹം പാടിയൊരു പാട്ടുണ്ട് കേട്ടോ. നമ്മളൊക്കെ വെറുതെ തട്ടിവിടുന്ന പാട്ടാ. സുന്ദരനാ മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരാം ജാരന്മാരെ വരിക്കുമോ വത്സല. മണ്ണെ പ്രതിമാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി. ഞാൻ പറയട്ടെ, നമ്മളെല്ലാം നേടിയവരാ. ജോസ് പാസ്റ്റർ എന്നെ നഷ്ടപ്പെടുത്തിയ, ജോസ് പാസ്റ്റർ നേടിയ ആളാ. സ്തോത്രം. അച്ഛാ, നഷ്ടപ്പെടുത്തിയ ആളാണോ നേടിയ ആളാണോ? നേടിയ ആളാ. നമ്മ നേടിയ ആളല്ലയോ? നമ്മളെല്ലാം എന്നാ ചെയ്തു? നേടി. സ്തോത്രം. ഞാൻ നഷ്ടപ്പെട്ടു എന്ന് പറയുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? നമ്മളെല്ലാം നേടിയവരാ. പക്ഷെ 8 മക്കളുടെ നഷ്ടം കണ്ടവൻ പറയുക, അങ്ങേ പിരിഞ്ഞ് എനിക്കൊരു ലോകയാത്ര ഇല്ലെന്ന്. ഇതാ റിയൽ ഫെയ്ത്ത്. ഇങ്ങനെയുള്ളവരാ ദൈവത്തിൽ നിന്നുള്ളവർ. ഞാൻ നിർത്താൻ പോവാ. ഇന്ന് രാത്രി എനിക്ക് ലോകമല്ല വലുത്, കർത്താവാണെന്ന് എത്ര പേര് ആത്മാവിൽ പറയും? ഈ യോഗത്തിന്റെ 2ാമത്തെ രാത്രിയിൽ എനിക്കറിയാം പലരെയും പരിശുദ്ധാത്മാവ് ഇതിന്റെ നടുവിൽ തൊടുകയാണ്. പല കണ്ണുകളും നിറഞ്ഞൊഴുകുന്നത് എനിക്ക് കൃത്യമായിട്ട് കാണാം. ഇന്ന് രാത്രി എത്ര പേര് പറയും, എനിക്ക് ലോകമല്ല, കർത്താവാണ് വിഷയം. എനിക്ക് ലോകമല്ല, ഇനി ഞാൻ ലോകത്തിന്റെ പിറകെയല്ല യാത്ര ചെയ്യാൻ പോകുന്നത്, ഞാൻ യേശുവിന് വേണ്ടി ജീവിക്കാൻ പോവുകയാണ്. എത്ര പേര് വായി തുറന്ന് പറയും? പ്രാർത്ഥിക്കാൻ പറ്റുന്നവരൊക്കെ പ്രാർത്ഥിച്ചോ. പ്രസംഗം നിർത്തി കേട്ടോ, പ്രസംഗം നിർത്തി. ചില മിനിറ്റുകൾ ഒരുമിച്ചൊന്ന് പ്രാർത്ഥിരേ.
എന്റെ യേശുവേ, ലോകത്തിന്റെ പുറകെ ഇനി ഞാൻ യാത്ര ചെയ്യത്തില്ല. അതിന്റെ ആസ്വാദനങ്ങളിൽ ഇനി ഞാൻ മുഴുകത്തില്ല. ഈ വർഷത്തെ ആനുവൽ കൺവെൻഷൻ കഴിയുമ്പോ എനിക്ക് അവൻ എടുക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനം, ഇനി ഞാൻ ലോകത്തിന് വേണ്ടിയല്ല, ഇനി ഞാൻ അങ്ങേക്ക് വേണ്ടി യാത്ര ചെയ്യും. വായി തുറന്നേ, വായി തുറന്നേ, വായി തുറന്നേ, വായി തുറന്നേ. റാൽബാന സെഗധനയ അർത്ഥമന ഘടകതല രഗതൽ ജനാദന. ഉറച്ച ചില തീരുമാനങ്ങൾ പുറത്തേക്ക് വരട്ടെ. ഉറച്ച ചില തീരുമാനങ്ങൾ പുറത്തേക്ക് വരട്ടെ. ഉറച്ച ചില തീരുമാനങ്ങൾ പുറത്തേക്ക് വരട്ടെ. ഓ രാധമ സെഗധന. ചിലതിനെയൊക്കെ വലിച്ചു കൊണ്ടുപോകാം, ചിലതിനെയൊക്കെ വശീകരിക്കാൻ പൈശാചിക മണ്ഡലം തയ്യാറാക്കിയ ചില പദ്ധതികൾ ഇന്ന് രാത്രി യോഗത്തിനകത്ത് കർത്താവിന്റെ ആത്മാവ് ക്യാൻസൽ ചെയ്യുന്നുവെന്ന് പറഞ്ഞാൽ ഇന്ന് രാത്രി അത് വിശ്വസിക്കുവാൻ കഴിയുന്നവർ കരമടിച്ച അഭിഷേകത്തിൽ കർത്താവിനെ ആരാധിച്ചോട്. ഓ ജനഗണഗദല രഗധനമന അർത്ഥമനഗണഗദല വൈഡൽ പ്രമനിയാന്തനെ. യേശുവിന്റെ നാമത്തിൽ കർത്താവിന് വേണ്ടി നിൽക്കുന്ന വിശ്വസ്തന്മാരായ ഒരു കൂട്ടം ആളുകൾ ഇന്ന് രാത്രി ആത്മാവിൽ ചലിച്ചു തുടങ്ങട്ടെ. ദൈവത്തിൽ നിന്നുള്ളവർ ചലിക്കട്ടെ. ചില ദുർഭൂത സ്വാധീനങ്ങൾ ഇന്ന് രാത്രി പൊളിഞ്ഞു മാറുന്നത് ആത്മാവിൽ കാണാൻ പറ്റുന്നവരുണ്ടെങ്കിൽ കരമടിച്ച് ശക്തിയോടെ ആരാധിച്ചോ. തലമുറകൾക്കെതിരെ, കുടുംബങ്ങൾക്കെതിരെ ദുർഭൂത മണ്ഡലങ്ങൾ തയ്യാറാക്കിയ പദ്ധതികൾ ഇന്ന് രാത്രി പൊളിയുന്നു. ഓ ഞങ്ങൾ യേശുവിന് വേണ്ടി നിൽക്കുന്നവരാ. ഞങ്ങൾ യേശുവിന് വേണ്ടി നിൽക്കുന്നവരാ. ഞങ്ങൾ യേശുവിന് വേണ്ടി നിൽക്കുന്നവരാ. ഞങ്ങൾ പെർഫെക്റ്റ് ബ്രൈഡാണ്. ഞങ്ങൾ ഉഴപ്പി ജീവിക്കാൻ ഇറങ്ങിയവരല്ല. ഞങ്ങൾ ലോകത്തെ ആസ്വദിക്കാൻ ഇറങ്ങിയവരല്ല. കൃത്യമായി ലോകവുമായി ഒരു അതിർവരമ്പുള്ളവരാ ഞങ്ങൾ ദൈവത്തിന് വേണ്ടി നിൽക്കുന്നവരാ. ഞങ്ങൾ ദൈവവചനത്തിന് വേണ്ടി നിൽക്കുന്നവരാ. ആത്മാവിലൊന്ന് പ്രതികരിച്ചേ. Regadama regatana 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 Shagadana regatana 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 Dudabala regatana 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 എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് അടുത്ത ഒരു 5-6 മിനിറ്റിനകത്ത് യോഗം ആശീർവാദം പറയും. അതിനു മുൻപ് എല്ലാവരും ഒന്ന് എഴുന്നേറ്റ് നിന്ന് വായി തുറന്നേ വായി തുറന്നേ വായി തുറന്നേ വായി തുറന്നേ വായി തുറന്നേ റഖബ ശകൽഖമന. കർത്താവേ, ഞാൻ ദൈവത്തിൽ നിന്നുള്ളവനാണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ ദൈവത്തിൽ നിന്നുള്ളവനാണെന്ന് എനിക്ക് മനസ്സിലായി. എനിക്ക് ലോകവുമായി ഇനി ഇടകലരണ്ട കർത്താവേ. എത്ര പേര് വാ തുറന്ന് പ്രാർത്ഥിക്കും? എനിക്ക് ലോകവുമായി ഇനി ഇടകലരണ്ട. വായി തുറക്ക വായി തുറക്ക. കർത്താവിനോട് പറ, എനിക്ക് ലോകവുമായി ഇനി ഇടകലരണ്ട. എനിക്ക് ലോകവുമായി ഇനി ഇടകലരണ്ട. വാ തുറന്ന് പ്രിയരെ, വാ തുറന്നൊന്ന് പ്രാർത്ഥിരെ, വാ തുറന്നൊന്ന് പ്രാർത്ഥിരെ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എല്ലാം ഒന്ന് പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എല്ലാം ഒന്ന് പ്രാർത്ഥിച്ചോ. നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി എല്ലാം ഒന്ന് പ്രാർത്ഥിച്ചോ. കർത്താവ്, എൻ്റെ തലമുറ ഈ ലോകത്തിൽ നടക്കാൻ പോകുക.
എൻ്റെ തലമുറ അവിടുത്തെ വരവ് താമസിക്കുന്നെങ്കിൽ ലോകത്തിൽ ജീവിക്കാൻ പോകുക. ഞങ്ങൾ കുടുംബമായി യേശുവിന് വേണ്ടി നിൽക്കണം. ലോകവുമായി കോംപ്രമൈസ് ചെയ്യുന്ന പെർഗമോസിനെ പോലെ ഇടകലരുന്ന ഒരു കൂട്ടമായിട്ടല്ല, കറപ്റ്റ് ചർച്ച ആയിട്ടല്ല, കറപ്റ്റഡ് ആകുന്ന ഒരു ചർച്ച ആയിട്ടല്ല, കർത്താവിന് വേണ്ടി നിർമ്മല കന്യകയായി നിൽക്കുന്ന, ഹാഗിനോസായി നിൽക്കുന്ന, ഇടകലരാതെ നിൽക്കുന്ന ഒരു വിശുദ്ധ കൂട്ടമായി എന്നെയും എൻ്റെ കുടുംബത്തെയും എൻ്റെ തലമുറയെ നിർത്തണം. പ്രാർത്ഥിക്കേ. നിർത്തരുത്. ആത്മശക്തിയിൽ പ്രാർത്ഥിക്കേ. കരയണമെങ്കിൽ കരയണം. യെരൂശലേം പുത്രിമാരെ, നിങ്ങൾ എന്നെ ചൊല്ലി കരയണ്ട. യേശു പറയുക, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയണം. നിങ്ങൾ എന്നെ ചൊല്ലി എന്തിനാ കരയുന്നേ? നിങ്ങൾ കരഞ്ഞാലും കരഞ്ഞില്ലെങ്കിലും കർത്താവ് പറയുക, ഞാൻ മൂന്നാമത്തെ ദിവസം ഈ കല്ലറയ്ക്കകത്തുനിന്ന് പുറത്തു വരും. പക്ഷെ നിങ്ങൾ നിങ്ങളെ ചൊല്ലി കരയണം, നിങ്ങളുടെ മക്കളെ ചൊല്ലി കരയണം. ലോകവുമായിട്ട് ഇടകലരുന്ന ഒരു തലമുറയിൽ, ലോകത്തെ സഭയ്ക്കകത്തേക്ക് കൊണ്ടുവരുന്ന ഒരു കാലഘട്ടത്തിൽ ഇന്ന് രാത്രി പറ, കർത്താവേ, അതിന്റെ നടുവിൽ ഞാനും എൻ്റെ തലമുറയും ദൈവത്തിൽ നിന്നുള്ളവരായി നിൽക്കാൻ ആഗ്രഹിക്കുക. ഉച്ചത്തിൽ പ്രാർത്ഥിച്ച കർത്താവേ, ഞങ്ങള് പാപം ചെയ്ത് പിശാചിന്റെ വകയായി മാറല്ലേ, പാപം ചെയ്യാതെ ദൈവത്തിന്റെ വിത്തകത്തുള്ളവരായി കർത്താവിന് വേണ്ടി നിൽക്കുന്നവരെ ഞങ്ങളെ മാറ്റണമേ കർത്താവേ. ഞങ്ങൾക്കൊരു ദിവ്യ പൈതൃകം തരണം. എത്ര പേര് പ്രാർത്ഥിക്കും? എൻ്റെ കുടുംബത്തിനകത്ത് ചിലരനുഭവിച്ച അകാല മരണം എൻ്റെ പുറകെ വരരുത്. എൻ്റെ കുടുംബത്തിൽ ചിലരനുഭവിച്ച രോഗം എൻ്റെ പുറകെ വരല്ലേ. ഞാൻ അങ്ങയിൽ നിന്നുള്ളവനായതുകൊണ്ട് അങ്ങ് എൻ്റെ മേൽ പകരുന്ന നന്മ മാത്രം എനിക്ക് മതി. എത്ര പേര് പ്രാർത്ഥിക്കും? വാ തുറന്ന് പ്രാർത്ഥിക്കേ. അമ്മയുടെ രോഗവും അപ്പന്റെ രോഗവും അല്ല, അങ്ങ് തരുന്ന അനുഗ്രഹങ്ങൾ മതി എനിക്ക്. ഉച്ചത്തിൽ പ്രാർത്ഥന. ഏതൊക്കെ അതിരത്തിൽ നിന്ന് പ്രാർത്ഥനയുടെ ശബ്ദങ്ങൾ പുറപ്പെടുമോ ഞാൻ നിങ്ങളെ നോക്കി പ്രവചിച്ചു പറയാ, നിങ്ങളുടെ മേലെ വാക്കുകളുടെ വിടുതൽ. നമ്മൾ മുമ്പേ കേട്ടതുപോലെ കേട്ട വചനം വിശ്വാസമായി പരിണമിക്കുന്നില്ലെങ്കിൽ അത് ഉപകാരമാകത്തില്ല. വചനം ഉപകാരമാകണോ? അകത്ത് വിശ്വാസം ഉണ്ടാകണം. അകത്ത് വിശ്വാസമുണ്ടോ? അത് വായിൽ കൂടി പുറത്തേക്ക് വരും. ഹൃദയം നിറഞ്ഞ് കവിയുന്നതാണ് വായ പ്രസ്താവിക്കുന്നത്. ഉച്ചത്തിൽ പറഞ്ഞ് പ്രാർത്ഥിക്കേ. ഉച്ചത്തിൽ പറഞ്ഞ് പ്രാർത്ഥിരേ. ഇന്ന് രാത്രി നിന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി കർത്താവ് അയക്കാൻ പോകുക. ഒരു പുതിയ ലെഗസി നിങ്ങളുടെ മേൽ ഓപ്പൺ ആകാൻ പോകുക യേശുവിന്റെ നാമത്തിൽ. ആ കുടുംബത്തിന്റെ എന്തൊക്കെയോ പ്രശ്നങ്ങളല്ല നീ ചുമന്നുകൊണ്ട് നടക്കാൻ പോകുന്നത്. കർത്താവിന്റെ നന്മ കർത്താവിന്റെ നന്മ കർത്താവിന്റെ നന്മ നിന്നിൽ നിന്നൊരു പുതിയ ഉത്ഭവം ഉണ്ടാകാൻ പോകുക. നിന്നിൽ നിന്നൊരു പുതിയ ഉത്ഭവം ഉണ്ടാകാൻ പോകുക. ആ പഴയ കെടുതിയല്ല, ഒരു പുതിയ ഉത്ഭവം. അതാ പറയുന്നത്, പണ്ടുള്ളതിനെ ഓർക്കേണ്ട, മുൻപുള്ളതിനെ നിരൂപിക്കേണ്ട. ഇതാ ഞാൻ പുതിയത് ചെയ്യുന്നു. തീ പിടിക്കുന്നത് പോലെ ദൈവശക്തി വ്യാപരിക്കട്ടെ. ശരീരങ്ങളിൽ ദൈവശക്തി അടിക്കട്ടെ. വ്യക്തികളിൽ ദൈവശക്തി നിറയട്ടെ. രാത്രി ആരാധന ഇവിടെ നടക്കുമ്പോ മൈലുകൾക്കപ്പുറത്ത്
കടലുകൾക്കപ്പുറത്ത് ഊരിപ്പിടിച്ച വാളുമായി ദൈവത്തിന്റെ ദൂതന്മാർ ഇറങ്ങുന്നു. ചിലതിനെ വെട്ടിക്കളയുന്നു, ചിലതിനെ വെട്ടിക്കളയുന്നു. രഹബീനെ വെട്ടിയതുപോലെ ഇന്ന് രാത്രി ദൈവത്തിന് ചിലതിനെ വെട്ടുന്നു, ചിലതിനെ വെട്ടുന്നു. രഹബീനെ വെട്ടുന്നത് പോലെ ദൈവത്തിന്റെ ആത്മാവ് ചിലതിനെ വെട്ടുന്നു. ഓ മഹത്വം, മഹത്വം. ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യട്ടെ, ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യട്ടെ, ഗ്ലോറി മാനിഫെസ്റ്റ് ചെയ്യട്ടെ, മഹത്വം മാനിഫെസ്റ്റ് ചെയ്യട്ടെ. ചിലരെ തൊടുന്ന ഭയങ്കര ദൈവശക്തി, ചില ശരീരങ്ങളെ തൊടുന്ന ഭയങ്കര ദൈവശക്തി, ചില വ്യക്തികളെ ഭയങ്കരമായി വിടിവിക്കുന്ന ദൈവശക്തി ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ പകരപ്പെടട്ടെ. ചില വ്യക്തികളെ തൊടുന്ന ദൈവശക്തി ഇന്ന് രാത്രി യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി പകരപ്പെടട്ടെ. ചില വ്യക്തികൾ വിടിവിക്കപ്പെടുന്ന ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ പകരപ്പെടട്ടെ, പകരപ്പെടട്ടെ. അസാധാരണമായ ദൈവശക്തി യേശുവിന്റെ നാമത്തിൽ പകരപ്പെടട്ടെ, പകരപ്പെടട്ടെ. ചിലർ വിടിവിക്കപ്പെടട്ടെ, ചിലർ വിടിവിക്കപ്പെടട്ടെ, ചിലർ വിടിവിക്കപ്പെടട്ടെ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും പകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. യെരൂശലേം പുത്രിമാരൻ ചുറ്റും പകൽ പ്രിയനോടുള്ള അനുരാഗം കവർന്നിടുകിൽ. സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയ പ്രാകൃതേരം ജാരന്മാരെ ഭരിക്കുമോ വത്സല. മണ്ണെ പ്രേതി മാണിക്യം വെടിയും മാണിക്യം വെടിയുകില്ല ഞാൻ. ഓ പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. ഓ പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നു. ഓ സുന്ദര മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര പ്രാകൃതരം ചാരന്മാരെ വാരിക്കുമോ വത്സരം. ഓ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഓ പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നേ. ഓ പ്രേമമെന്നിൽ വർദ്ധിക്കുന്ന പ്രിയനോട് ചേരുവാൻ നാളുകൾ ഞാൻ എണ്ണി എണ്ണി ജീവിച്ചിടുന്നു. സുന്ദരന മനോഹര അങ്ങേ ലോകയാത്ര പ്രാകൃതരം ചാരന്മാരെ ഭരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഓ ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോട് കൂടി എന്നെ മാടി വിളിച്ചാൽ. ഓ ലോക സുഖ സൗകര്യങ്ങളാകുന്ന പ്രതാപങ്ങൾ മോടിയോട് കൂടി എന്നെ മാടി വിളിച്ചാൽ. സുന്ദരന മനോഹര അങ്ങേ ലോകയാത്ര ഭരിക്കുമോ വത്സല. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. വെള്ളത്തിൽ കുമിഴ പോലെ മിന്നി വിളങ്ങിടുന്ന ചെടികൾ സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ. ഓ വെള്ളത്തിൽ കുമിഴ പോലെ മിന്നി വിളങ്ങിടുന്ന ചെടികൾ സുഖങ്ങൾ എന്നെ എതിരേൽക്കുകിൽ. ഓ സുന്ദര മനോഹര ലോകയാത്ര പ്രാകൃതരം ചാരന്മാരെ വാരിക്കുമോ വത്സരം. മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. ഓ ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയു
വെടിയുമില്ല ഞാൻ. ഓ ഈ മണ്ണ് പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ. ഓ ഈ മണ്ണ് പ്രതി മാണിക്യം വെടിയുമില്ല ഞാൻ. Rakabashatuna rigatana deladana regatene rigatene 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 regatene rigatana regatana regatana. Duba baba nagadama nagatama 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 nagatana shagatana regatana 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 regatana. Regatana 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 lampo shakate. Oh Jesus. പ്രിയ പിതാവേ, ഞങ്ങൾ ഒരുമിച്ച് അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ഞങ്ങൾക്ക് നൽകിയ അങ്ങയിൽ നിന്നുള്ള ഉത്ഭവത്തിന് സ്തോത്രം. ഞങ്ങൾ ആരും അറിയാത്ത ഒരു നാട്ടിൽ ജനിച്ചു വളർന്നു. വ്യക്തിപരമായി കുടുംബപരമായി ഒരുപാട് പ്രശ്നങ്ങളിലൂടെ കടന്നുപോയി. അങ്ങ് ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് അങ്ങയിൽ നിന്നൊരു ഉത്ഭവം തന്നത്, ഞങ്ങൾക്കൊരു പുതിയ ലെഗസി തന്നത്, ഞങ്ങളെ കരുതിയല്ലോ, ഞങ്ങളെ സ്നേഹിച്ചല്ലോ. ഇനിയും ജയിച്ച് ജീവിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് തരണേ. തോറ്റ് ജീവിക്കുന്നവരായിട്ടല്ല, ജയിച്ചു ജീവിക്കാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണമേ. ഈ ജനത്തെ ആ വിധത്തിൽ ഞാൻ അനുഗ്രഹിക്കുന്നു. ഇന്ന് ഈ ജനം ഒരു അനുഗ്രഹമാകട്ടെ. മനസ്സ് തുറന്ന് അനുഗ്രഹിക്കുന്നു. ഇവർ അനുഗ്രഹമാകും യേശുവിൻ നാമത്തിൽ തന്നെ. അത്യുച്ചത്തിൽ കരമുയർത്തി കർത്താവിനെ ഒന്ന് ആരാധിച്ചാട്ടെ. ശബ്ദമുയർത്തി ഒരിക്കൽ കൂടെ പ്രാർത്ഥനയോടെ ദൈവസന്നിധിയിൽ ഇരിക്കാൻ. താങ്ക് യു. കർത്താവ് അനുഗ്രഹിക്കട്ടെ.